സ്വർഗസ്ഥനായ വിശുദ്ധ ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ. ഈ പകൽക്കാലത്ത് ഞാനും നിങ്ങളോടൊപ്പമായിരിക്കാനും പ്രാർത്ഥിപ്പാനും സുവിശേഷ വചനങ്ങൾ ചിലത് നിങ്ങളോട് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുവാനും ഈ അവസ്ഥ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവ്വം വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, എനിക്ക് തമിഴ്നാടാണ്. മണ്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ മാതൃഭാഷ തമിഴാണ്. പക്ഷേ എന്നെ യേശു സുവിശേഷകനായിട്ട് വിളിച്ചത് കൊണ്ട് കേരള പ്രദേശത്തിലും ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങളെപ്പോൾ പ്രിയമുള്ളവരോട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ കുറച്ച് മലയാളം പഠിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മലയാള ഭാഷാ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ദയവായി ക്ഷമിക്കും. ദൈവം നമുക്ക് സഹായിക്കും. ഹല്ലേലൂയ. ഓക്കെ, ആദ്യം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്നെ പരിചയപ്പെടുത്തുവാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയേണ്ടത് ആവശ്യമാണല്ലോ. അവിടെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്, കന്യാകുമാരി ഡയസിസ് എന്ന് പറയുന്ന സ്ഥാപന CSI ചർച്ചിൻ്റെ സ്ഥാപനം, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ആ സ്ഥാപന സഭയിൽ വേദമാണിക്യം എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ പാസ്റ്റർ മണ്ടേ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കല്ലുകൂട്ടം എന്ന് പറയും, ആ ചർച്ചിലായിരുന്നു. നിങ്ങൾ കേൾക്കുന്ന തമിഴ്നാട്ടിൽ സർവലോകാധിപ നമസ്കാരം പാട്ട് കേട്ടിട്ടുണ്ടോ? ആ പാട്ട് പിന്നീട് ജ്ഞാനപ്പാട്ട് കീർത്തന എന്നാണ് ആ CSI ചർച്ചിൻ്റെ പാട്ട് ബുക്കിൻ്റെ പേര് അവിടെ തമിഴ്നാട്ടിൽ. ഈ പാട്ട് അവിടെ ഉണ്ട്. മാത്രമല്ല, ജീവവസനം കോരുവോം സഹോദരരെ ചേർന്നേ കാളം മോതുവം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അയൻപ കാലമല്ലോ ജപവേളയെ അയൻപ കാലമല്ലോ, ഇങ്ങനെ 3 പാട്ട്. ഈ 3 പാട്ടുകളും ആ വേദമാണിക്യം അയ്യർ പാസ്റ്ററാണ്, അവിടെ കല്ലുകൂട്ടം ചർച്ചിലെ പ്രശസ്തമായ പാസ്റ്ററാണ്. അവർ എഴുതിയ പാട്ടുകളാണ്. അവരുടെ പേരിനാണ് ഞാൻ നിങ്ങൾ മുമ്പ് നിൽക്കുന്നത്. അല്ലല്ലോ, അവർ എൻ്റെ മുത്തച്ഛനായിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ കുടുംബ പാരമ്പര്യം. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുവാൻ വേണ്ടി നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു ഹോസ്പിറ്റൽ, ഇപ്പോഴും പ്രശസ്തമായ ഹോസ്പിറ്റലാണ്, അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ഡോക്ടേഴ്സ് പറഞ്ഞു, ഒന്നിൽ അമ്മയെ രക്ഷിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാം. 2 പേരും ഒന്നിട്ട് സംരക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ് എന്ന് അത് ഉറപ്പായിട്ട് പറഞ്ഞു. ഈ കുഞ്ഞിനെ അത് പോയി കളയും. ഈ അമ്മേനെ എങ്ങനെയെങ്കിലും നമുക്ക് സംരക്ഷിക്കാം. പിന്നീട് ഈ അമ്മ ഇന്നൊരു കുഞ്ഞിനെ കൂടെ ജനിക്കാമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ചെറിയമ്മ ഒക്കെ കരഞ്ഞു വിളിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ കുഞ്ഞിനെ സുഖമായിട്ട് പ്രസവിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ചെങ്കിലേ ഈ കുഞ്ഞിനെ നിനക്ക് തരാം, എൻ്റെ ശുശ്രൂഷയിനായിട്ട് തരാം എന്ന് അർപ്പിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു. ഞാനും എൻ്റെ അമ്മയും സുരക്ഷിതമായി അവിടെ സംരക്ഷിക്കപ്പെട്ടു. പ്രശ്നമില്ല. എൻ്റെ അമ്മ 76 വയസ്സ് വരയ്ക്കും ജീവിച്ചിരുന്നാണ് മരിച്ചത്. ഹല്ലേലൂയ. പിന്നീട് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന CSI ചർച്ചല്ലേ, അവിടെയാണ് ഞാൻ ചെന്ന് വന്നു. ഒരു ദിവസം ആ ചർച്ചിലെ ആ പാസ്റ്റർ എതിരായിട്ട് അവിടെ ഉള്ള ഡീക്കന്മാർ, സെക്രട്ടറി, ഒരു ഗ്രൂപ്പ് അങ്ങനെ സൺഡേ ആണ്, ഞായറാഴ്ചയാണ്, 2ാമത്തെ ബെല്ലടിച്ചാണ് അവിടെ യോഗം തുടങ്ങുന്നത് അല്ലേ. അവർ അങ്ങനെ തുടങ്ങുമ്പോൾ അവരൊന്ന് മുമ്പിൽ നിന്ന് ബഹളം ഉണ്ടാക്കി, നീ ഇവിടെ ആരാധന നടത്തരുതെന്ന് ആ പാസ്റ്റർ എതിരായിട്ട്. ഞാൻ ചെറുക്കനാണ്. ഈ കാര്യത്തിൽ ഞാൻ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിന് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി. എന്താ ഇത്? നമ്മൾ ദൈവത്തിനല്ലേ ആരാധിക്കുവാൻ അവിടെ വന്നത് അല്ലേ? ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ യോഗം അവസാനിച്ച ശേഷം അവരവിടെ കുത്തിയിരുന്ന് എന്തെങ്കിലും സംസാരിക്കട്ടെ അല്ലേ. ഇവിടെ ദൈവത്തിനെ ആരാധിക്കുവാൻ വന്ന ആ സമയത്ത് ഇത് എന്തിനാ എന്നുള്ളത് വളരെ കൺഫ്യൂഷനായി. എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങനെ
അങ്ങനെ നിൽക്കുന്നതാണ് സ്റ്റണ്ടായിട്ട്. പിന്നീട് എനിക്ക് തോന്നി, എന്താ ഇത്, ക്രിസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ലേ ഇവിടെ വന്നത്, അല്ലെങ്കിൽ വേറെതും മതരീതിയിലായ ഒരു കുടുംബത്തിൽ ജനിച്ചാലേ ക്ഷേത്രത്തിലോ മാസ്കിലോ അല്ലേ അങ്ങോട്ട് എവിടെ ചെല്ലും, അത്ര തന്നെയല്ലേ എന്ന്. പിന്നീട് എനിക്ക് ചർച്ചിൽ ചെല്ലുന്ന താല്പര്യം, അങ്ങനെ ഒരു ഇഷ്ടമില്ലാതെ അങ്ങ് പോയത് കൊണ്ട് ചർച്ചിൽ ചെല്ലുന്നില്ല. അങ്ങനെ ചുറ്റി അങ്ങനെ ഇരിക്കും. ദൈവമല്ല, ആര് കണ്ട് ദൈവം, ഇതാണ് ദൈവം, ഇങ്ങനെയാണോ എന്നൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉണർവ് സംസാരിച്ചു. ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കാര്യങ്ങൾ വെച്ച് നീയായിട്ട് ഒന്നും ചിന്തിക്കരുത്, തെറ്റായ തീരുമാനത്തിൽ വരരുത്. നീ തന്നെ ദൈവത്തിനെ അന്വേഷിച്ച് നോക്കിയാൽ അല്ലേ അന്വേഷിച്ച് നോക്കിയാൽ അല്ലേ കണ്ടുമുട്ടാൻ കഴിയും. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ അന്വേഷിക്കുന്നത്, ദൈവത്തിനിപ്പോൾ എവിടെയാണ് അന്വേഷിക്കുന്നത്? പക്ഷേ അവിടെ CSH ചർച്ചിലെ അവിടെ ഉള്ള രീതി എന്താണെന്ന് വെച്ചാൽ, ബൈബിളിൽ പഴയ നിയമത്തിൽ 2 ബുക്ക്, സങ്കീർത്തനം 1, വേറെ 1, ഈ ഭാഗം വായിക്കും. പിന്നീട് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ആ പാസ്റ്ററാണ് വായിക്കുന്നത്. നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. അവിടെ ലേഖനം ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ 4 ബൈബിൾ റീഡിംഗ് ആണ്. അതിനകത്തിൽ നിന്നാണ് അവർ വചനം എടുത്ത്, പാസ്റ്റർ അന്നുള്ള പ്രസംഗം അങ്ങനെ തന്നെ ആയിരിക്കണം, അതിനകത്ത് നിന്നാണ് വചനം എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ലൈവായിട്ട് പറയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്കറിയാം. ഓക്കെ, ഞാൻ വളരെ വിശദമായി സംസാരിക്കുന്നവനാണ്, എന്നാൽ ഉള്ളതുപോലെ. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ പഴയ നിയമത്തെ വായിച്ചു. അവിടെ കണ്ണ് പള്ളി തീർക്കണം അല്ലേ, പള്ളി കൊടുക്കണം അല്ലേ, അങ്ങനെയല്ലേ വായിക്കുന്നത് അവിടെ. പക്ഷേ ഇവിടെ വന്നാലേ ഒരു ചകിട്ടിൽ കവളത്ത് ഇവിടെ അടിച്ചാൽ മറുക കാട്ട് എന്നല്ലേ യേശു പറഞ്ഞത്. വീണ്ടും കൺഫ്യൂഷനായിപ്പോയി. അത് മാത്രമല്ല, അവിടെ തിന്നുന്നതും കുടിക്കുന്നതും ഇവിടെ ജീവിക്കുന്നതും വേറെ ഒന്നും ഇല്ല എന്നുള്ളത് പോലെയല്ലേ അവിടെ ഉള്ളത് കാണുന്നത്. പക്ഷേ ഇവിടെ വന്നാലേ ദൈവരാജ്യം എന്ന് പറയുന്നത് തിന്നുന്നതും കുടിക്കുന്നതും ഇല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലേ, ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. എന്തായത്, ഒന്നിനൊന്ന് എതിരല്ലേ? വീണ്ടും അവിടെ ഇട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ചുറ്റി തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിച്ച ആ കാഴ്ച ഞാൻ, അതായത് ജീസസ് എന്നൊരു ഫിലിം, ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറയുന്നവർ വന്ന് എനിക്ക് ഓർമ്മ ശരിയെങ്കിൽ എൻ്റെ 13ാമത് വയസ്സ് എന്ന് തോന്നുന്നു, അവിടെ ആ ഫിലിം ഇട്ടു. അപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്ന ആ കാഴ്ച അവിടെ കണ്ടു. അതാണ് ആദ്യമായിട്ട് കണ്ടത്, ഒരു മനുഷ്യനെ അങ്ങനെ ഇത്ര ക്രൂരതയായിട്ട് അങ്ങനെ വധയ്ക്കുന്നത്. അപ്പോൾ ആ കാര്യം അങ്ങനെ മനസ്സിലങ്ങനെ സ്ട്രോങ് ആയിട്ട് പതിഞ്ഞു പോയി അല്ലല്ലോ. ആ യേശുവെ ക്രൂശിക്കുന്ന ആ കാഴ്ച പലപ്പോഴും മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കുന്നു, അപ്പോൾ യേശുവിനെ കുറിച്ച് വായിക്കാം എന്ന് വീണ്ടും മത്തായി സുവിശേഷത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ, യേശു എങ്ങനെ ജീവിച്ചു, എന്താണ് പറഞ്ഞിരുന്നു, അവരുടെ ഉപദേശങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു വെളിച്ചം വന്നതുപോലെ അല്ലല്ലോ. അതെ, ഒരു വെളിച്ചം, ഒരു പ്രകാശം വന്നതുപോലെ, ഒരു വിടുതൽ വന്നതുപോലെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. യേശു പറഞ്ഞ പോലെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങനെ പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പോൾ പിന്നീട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വചനമൊക്കെ ദൈവവചനങ്ങളാണ്, ഞാൻ ഇന്നും വായിക്കും, പഠിക്കും. എന്തൊക്കെ നീ മനസ്സിലാക്കി തരുന്നോ ആ രീതിയിൽ ഞാൻ ജീവിക്കും. അല്ലാതെ ഇവർ ചർച്ച്, സഭ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് വേണ്ട, ഇതിനെ വായിക്കണം, ഇത് മതി. അങ്ങനെ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ട് അങ്ങനെ ചെന്നുകൊണ്ടിരുന്നു. ചർച്ചിൽ ചെല്ലുന്നില്ല, ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ +2 എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബക്കാർ, എൻ്റെ അമ്മ അവിടെ എൻജിനീയറിംഗ് സ്റ്റഡി പഠിക്കുവാൻ, മെക്കാനിക്കൽ എൻജിനീയറിംഗ് അവിടെ അയച്ചു. പക്ഷെ പണ്ട് അർപ്പിച്ചത് വേറെയാ, അത് മറച്ചോ എനിക്കറിയില്ല. ഇത് പിന്നീടാണ് ഞാൻ സുവിശേഷനായിട്ട് ആയ ശേഷമാണ് എൻ്റെ ചെറിയമ്മ ഇതൊക്കെ പറഞ്ഞു തന്നു. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, പക്ഷേ പിന്നീട് മറന്നു കളഞ്ഞു. പക്ഷെ ദൈവം ആ വഴിക്ക് നിന്നെ കൊണ്ടുവന്നല്ലോ അല്ലേ. അതാണ് പിന്നീട് അതാണ് അത്ഭുതമെന്ന് പറയുന്നത്. ദൈവം വലിച്ചെടുത്ത് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ മറച്ചു അല്ലെങ്കിൽ മറന്നു, ദൈവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്. പിന്നീട് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റഡി പോയി, ഫസ്റ്റ് ഇയർ ഫാസ്റ്റായി പോയി, പ്രശ്നമില്ല. പക്ഷേ സെക്കൻഡ് ഇയർ വരുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വളരെ വീണ്ടും ഒരു കൺഫ്യൂഷൻ, ഒരു മാനസിക ഏതോ ഒരു കഷ്ടമുള്ള ഒരവസ്ഥ പോലെ അല്ലേ. എന്തോ
അതായത് അത് ഇങ്ങനെയാണ്, നീ ഇവിടെ കാണുന്നതൊക്കെ മായയാണ്. എന്താ? ഇതൊക്കെ മായയാ, പടമ. ഇതൻ പുറകിൽ നീ ചെല്ലരുത്, യേശുവിൻ്റെ പുറകിൽ ചെല്ല്, യേശുവിൻ്റെ പുറകിൽ ചെല്ല്. ഇങ്ങനെയാണ് ആ ഉണർവ്. അപ്പോൾ വീണ്ടും നാം ചിന്തിക്കുകയാണ്, ഞാൻ യേശുവിൻ്റെ വചനം വായിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, പിന്നെ യേശുവിൻ്റെ പുറകിൽ ചെല്ലുന്നതെന്ന് പറയുന്നത് വേറെന്താ, അല്ലേ? അങ്ങനെയല്ലേ ചിന്തിച്ചു. വീണ്ടും വീണ്ടും ആ ഉണർവ് വന്നു. അത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും ചിന്തിച്ചു, യേശു എവിടെ ജനിച്ചത്? ആദ്യം വെളിയമ്പലം, അല്ലേ? വെളിയമ്പലം ശരി തന്നെയല്ലോ. ഓക്കെ. വെളിയമ്പലത്തിൽ ലാഡ്ജ് അല്ലെങ്കിൽ ചത്രം ഓക്കെ, അവിടെ ജനിച്ചു. അത് കഴുത ഒട്ടകമൊക്കെ കട്ടുന്ന തൊഴുത്തല്ലേ, അത് അവിടെ ജനിച്ചു. ഓക്കെ. പിന്നീട് 8-ാമ ദിവസം ദേവാലയത്തിൽ ചെന്നു എന്നുള്ളത് നമുക്കറിയാം. 12-ാമത് വയസ്സിൽ പുരോഹിതന്മാരിനടുക്കൽ നിന്ന് അവിടെ സംസാരിച്ചു, വേദം സംസാരിച്ചെന്ന് നമുക്കറിയാം. പിന്നീട് 30-ാമത് വയസ്സിൽ യേശു ആ തിരുക്കോവിൽ അല്ലെങ്കിൽ ദേവാലയത്തെ വിട്ട് പുറത്തു പോയി. എവിടെ പോയി? എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? പുറത്തു പോയി. എവിടെ പോയി? മരുഭൂമിയിൽ പോയി, അല്ലെങ്കിൽ യോഹന്നാനടുത്തിൽ പോയല്ലോ, അവിടെ പോയി സ്നാനം കഴിച്ചു എന്നുള്ളത്. ആ കാര്യം അവിടെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വീണ്ടും അവിടെ സ്ട്രക്കായി, അവിടെ കൺഫ്യൂഷനായി, അവിടെ നിന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ 5-ാമത് വയസ്സിൽ എനിക്ക് അവിടെ സ്നാനം തന്നു, എൻ്റെ CSA ചർച്ചിൽ അങ്ങനെയല്ലേ തന്നു. പക്ഷെ എന്തിനാ യേശു 30 വയസ്സായത് സ്നാനപ്പെടുവാൻ, അല്ലേ? അല്ലെങ്കിൽ എന്തിനാ ഇവർ ദേവാലയത്തോട്ട് പുറത്ത് പോയി ആരോ ഒരു മനുഷ്യൻ്റെ പോയി സ്നാനപ്പെട്ടത് എങ്ങനെ? അങ്ങനെ ഒക്കെ ചിന്തിച്ചപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ വായിക്കുകയും അങ്ങനെ ചിന്തിക്കുവാനും തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്നാനം എന്ന് പറയുന്നത് വെള്ളക്കളിയല്ല, വെറുതെ ചടങ്ങല്ല, അത് വേറെ കാര്യമാണ്. അതെ, 1 പത്രോസ് 3:21 വായിക്കുമ്പോൾ സ്നാനമെന്ന് പറയുന്നത് വെള്ളം കൊണ്ട് ശരീരത്തെ കഴുകുന്നത് ഒരു കാര്യമല്ല, പക്ഷെ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ്, അല്ലേ? ദൈവവചനപ്രകാരം യേശുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുമെന്ന് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയാണ്, അല്ലേ? അതുമാത്രമല്ല, മത്തായി 28 കടൈസി 2 വചനം വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുക, സകലരെയും എന്താ ശിഷ്യന്മാരാക്കുകയോ ഭക്തന്മാരാക്കുകയോ? ശിഷ്യന്മാരല്ലേ? ഓക്കെ. അവിടെ എനിക്കൊരു പ്രശ്നം വന്നു. CSA ചർച്ചിൽ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് വചനപ്രകാരം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ വചനം പിടിച്ച് വന്നവനാണ്. അവിടെ യേശുവിനെ ആരാധിക്കണം, ദൈവം എന്നുള്ളതാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയത്. ഇവർ ചോദിച്ചു, പക്ഷെ ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറി സ്നാനം കൊടുക്കുക എന്ന് യേശു പറഞ്ഞു. മനസ്സിലായോ? അപ്പം ശിഷ്യന്മാരെങ്കിൽ ആരാ? അത് യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാ. യോഹന്നാൻ 8:31 യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാലേ എൻ്റെ ശിഷ്യന്മാർ ആകും. മോശേൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാൽ മോശേൻ്റെ ശിഷ്യന്മാർ, അല്ലേ കാര്യം? അപ്പോൾ യേശുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാ. മനസ്സിലാകുന്നോ? അവനെ ആരാധിക്കുന്നു എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, യോഹന്നാൻ 13:15 വായിക്കുമ്പോൾ, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു, അല്ലല്ലേ? അപ്പോൾ യേശുവിൻ്റെ മാതൃക പ്രകാരം ജീവിക്കുക, അല്ലേ? ഓക്കെ. വീണ്ടും ചില വചനങ്ങൾ പിന്നീട് ഞാൻ സൂചിപ്പിച്ച് തരാം, അല്ലല്ലേ? സോ ഷാർട്ടായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ശിഷ്യനായില്ലല്ലോ, അത് എനിക്കറിയില്ലല്ലോ, വയസ്സും പ്രായമം ഇല്ല അന്ന്. അതുകൊണ്ട് ശിഷ്യന്മാരാകുന്നത് അതൊക്കെ വായിച്ചു. നമ്പർ 2. ആൻഡ് തേർഡ്ലി, റോമാലേഖനം 6-ാം അധ്യായത്തിലെ നമ്മൾ വായിക്കുമ്പോൾ, ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ, പഴയ ചിന്ത, പഴയ പാപം, പഴയ പ്രവർത്തികളൊക്കെ കുളിച്ചു മൂടുന്നത്, അല്ലേ? പഴയ മനുഷ്യൻ. രണ്ടാമത് യേശു പുനരുദ്ധാനം ചെയ്ത് അവിടെ വന്നതുപോലെ പുതിയ മനുഷ്യനായിട്ട് ജീവിപ്പാനായിട്ട് തീർമാനിക്കുന്ന ഉറപ്പോടെ അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് അവിടെ അടക്കം, പുനരുദ്ധാനം, അല്ലേ? ഉയർത്തൽ, മരണം, അവർ ഇതാണ് സ്നാനം, അല്ലേ? ഇതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയും ഒന്നും ആയില്ല, അങ്ങനെ ആയി. സോ ഇങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ചിന്തിച്ചു. മാർക്കോസ് 16:15-16 വായിക്കുമ്പോൾ, നിങ്ങൾ സുവിശേഷം എല്ലാവർക്കും പ്രസംഗിക്കുക,
സുവിശേഷത്തിൽ വിശ്വസ്തത ഉള്ളവരായി എന്നാണ്. യേശുവിൻ്റെ വിശ്വാസിക്കൂ എന്ന് മാത്രമല്ല, സുവിശേഷ ഉപദേശങ്ങളിൽ, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊന്നും എനിക്കായിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിന്നീട് ഞാനിതൊക്കെ വായിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഓക്കെ, യേശുവിൻ്റെ മാതൃക പ്രകാരം സ്നാനപ്പെടണം എന്ന് തീരുമാനിച്ചു. അല്ലല്ലേ, സ്വയം തീരുമാനിച്ചതാണ്. ആരും എനിക്ക് സംസാരിച്ചിട്ടില്ല, ഏത് ചർച്ചിലും ചെല്ലുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, തനിച്ച് സ്വയം തീരുമാനിച്ചതാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇന്നൊരു പ്രശ്നം എൻ്റെ മുമ്പിൽ വന്നു. അത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ ദേശത്ത് പെന്തക്കോസ്തക്കാരൊക്കെ ഉണ്ട് അല്ലേ, അവിടെയാണ് ഈ സ്നാനം കഴിക്കുന്നത്. പക്ഷേ അവർ ശേഷക്കാരർ പറയും ഒരു സ്നാനമാണ്. എത്ര സ്നാനം? ഒരു സ്നാനം. ഏത് സ്നാനമാണത്? ഓക്കെ, ഒരു സ്നാനം ജെന്യൂൻ, യേശുവും അപ്പോസ്തലന്മാരും കാണിച്ചതല്ലേ ജെന്യൂൻ, ഒറിജിനൽ സ്നാനം അതല്ലേ. ഒന്ന് 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 എന്ന് പറഞ്ഞാൽ ഏതാണ് ഒന്ന്? അല്ലേ? അവർ പറയില്ല, അത് ഇത് തന്നെ. അപ്പോൾ തെറ്റെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ സ്നാനമെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള രീതിയല്ലേ, അവിടെ ഇല്ലല്ലോ. ആ തെറ്റിനെ തിരുത്തെന്ന് പറഞ്ഞാൽ ഇല്ല, തിരുത്താൻ വെളിയില്ല, ഞങ്ങൾ തെറ്റിനെ തിരുത്തുന്നില്ല, അല്ലല്ലേ, അത്ര തന്നെ അവസാനം വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? എൻ്റെ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പെന്തക്കോസ്തക്കാരവിടെ ഉള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ ഒരു സഭയിൽ ചെല്ലുന്ന വിശ്വാസി മറ്റൊരു സഭയിൽ ചെല്ലുന്ന വിശ്വാസിൽ മുഖത്തിൽ നോക്കി ചിരിക്കുന്നില്ല അല്ലേ? പലപ്പോഴും ഞങ്ങളുടെ ദേശത്തിൽ അന്നായിരുന്നു, ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. പലപ്പോഴും അവരെ വഞ്ചിക്കര ആത്മാവെന്ന് പറയും അല്ലേ, ഇവരെ വഞ്ചിക്കര ആത്മാവെന്ന് പറയും. അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ വീണ്ടും എനിക്ക് ഇവിടെ കൺഫ്യൂഷനായി. ഇതിനിടയ്ക്ക് ഇതിനൊരു കാര്യം പറയാം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ചർച്ച് പാസ്റ്റർ അവിടെ ഹൗസ് വിസിറ്റിൽ വരും. എൻ്റെ അമ്മ പറയും, ഈ ചെറുക്കൻ ചർച്ചിൽ വരുന്നില്ല, ഇവനോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയും. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാൻ പാസ്റ്റർ ഞങ്ങളവിടെ അടുത്ത് സെറ്റ് ചെയ്യുന്ന പറയുന്നത് അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെയാണ് ചർച്ചിൽ മുമ്പ് സംഭവിച്ചത്, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടെ വരാൻ താല്പര്യമില്ലാതെ പോയത്. പിന്നീട് പക്ഷേ ഞാനിവിടെ ഈ വചനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഇവിടെ ഈ ബൈബിളിൽ കാണുന്ന യേശുവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന സുവിശേഷത്തിനും നമ്മൾ ചർച്ചിൽ കാണുന്നല്ലേ ആ രീതിക്കും പല വ്യത്യസ്തത കാണുന്നല്ലോ, അല്ലല്ലോ, വ്യത്യാസം ഓക്കെ കാണുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാ, ഈ ഒരു ബൈബിൾ തന്നെ എല്ലാവരും വച്ചിരിക്കുന്നു. പക്ഷേ കത്തോലിക്കർ ഒരു രീതിയിൽ ചെല്ലുന്നു, സൽവേഷൻ ആർമിക്കാർ ഇന്നൊരു രീതിയാണ്, ലുതറൻ, മെത്തഡിസ്റ്റ് എന്നൊക്കെ പല രീതി. ഇനി പെന്തക്കോസ്തക്കാർ എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോ രീതിയിൽ ചെല്ലും. നമ്മൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSIയുടെ പാരമ്പര്യത്തിൽ ചെല്ലുന്നു, അത്ര തന്നെ. അവരൊക്കെ ചെല്ലുന്നല്ലേ, എങ്കിലും നമുക്ക് ചെല്ലുന്നത് എന്താ പ്രശ്നം? ഇങ്ങനെ കൂലായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഓക്കെ അങ്ങനെ ആ കാര്യം, അന്ന് ഇതെല്ലാം എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ അങ്ങനെയെങ്കിൽ യേശു ഇരിക്കുന്ന ആ സ്ഥലത്ത് ആ ഇടത്ത് ചെല്ലണമെങ്കിൽ ഇതിലെ ഏത് പാരമ്പര്യത്തിലൂടെയാണ് ചെല്ലേണ്ടത്? പലതും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ ഇടത്ത് ചെല്ലണമെങ്കിൽ ഇതിലെ ഏത് പാരമ്പര്യത്തിലൂടെയാണ് ചെല്ലേണ്ടത്? അല്ലെങ്കിലോ യേശുവും അവൻ്റെ അപ്പോസ്തലന്മാരും ഇവിടെ പറഞ്ഞിരിക്കുന്നതും മാതൃക കാണിച്ചിരിക്കുന്നതുമായ ഇവിടെ ഒരു പാരമ്പര്യം കാണുന്നല്ലേ, അത് എവിടെയാണെന്ന് ഇരിക്കുന്നത്? ആദ്യം ഇതൊക്കെ എനിക്ക് അറിഞ്ഞില്ലല്ലോ. പാസ്റ്റർ കുറച്ച് കൺഫ്യൂസായി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ചെറുക്ക തമ്പി, നീ പ്രാർത്ഥി, ബൈബിൾ വായിര്, ദൈവം എന്തൊക്കെ കൽപ്പിച്ച് തരുന്നോ, ഉറപ്പ് തരുന്നോ, ആ പ്രകാരം ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം മതി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അല്ലല്ലേ? ഞാൻ വീണ്ടും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനായി. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്നാനം എവിടെയാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനായി. പെന്തക്കോസ്തേ സഭയെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം എങ്ങനെയാണ്, കുഴപ്പത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? ആ പാസ്റ്റർ പറഞ്ഞതുപോലെ പെന്തക്കോസ്തേക്കാരും ഓരോരുത്തരും ഓരോ രീതിയിൽ ചെല്ലുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ പോയാൽ ഏതെങ്കിലും പാരമ്പര്യത്തിൽ ചെന്ന് കുടുങ്ങുമോ അല്ലേ എന്നുള്ള ഒരു ഫിയറായി. അതുകൊണ്ട് എന്താ ദൈവമേ ഞാൻ ചെയ്യേണ്ടത് എന്നങ്ങ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തനിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വയൽവെളി എന്ന് പറയും, അവിടെ വയലുംകര, അവിടെ ചെല്ലും. അവിടെ ഷീഷോർ, കടൽ തീരം എന്ന് പറയുന്നത് ഒരു 3 കിലോമീറ്റർ അങ്ങനെ സൈക്കിളിൽ ചെല്ലും. അവിടെ തനിച്ചാണ് സഞ്ചാരം അങ്ങനെ. അപ്പോൾ കാഞ്ചരക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ മാർത്താണ്ഡത്തിൻ്റെ അടുത്താണ്
അവിടെ കൃപാസനം ക്രിസ്തുവിൻ സഭ എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തേ ചർച്ച ഇപ്പോഴുണ്ട്, വലിയ സ്ഥാപനമാണ്. അതിൻ്റെ നിർമ്മാതാവ്, ഫൗണ്ടർ എന്ന് പറയുന്നവർ കാഞ്ചരക്കോട്ട് സാധു യേശുദാസൻ. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു സന്യാസിയാണ്, പ്രവാചകനാണ്. അവിടെ ദൂരെ വരുമ്പോൾ കൂവി പറഞ്ഞു കളയും. അല്ലല്ലേ? ആ മനുഷ്യൻ ആ കാലത്ത് ഈ കാശിനെ കയ്യിലെ തൊടാതെ നടന്ന കാലമാണ്. അല്ലല്ലേ? കാശിനെ കയ്യിൽ എടുക്കുന്നില്ല, അങ്ങനെ ചെല്ലും. കൂടെ ചെല്ലുന്നവർ ആരെങ്കിലാണ് കാണിക്കാൻ വാങ്ങിക്കുന്നത്, അങ്ങനെ ഒക്കെ. ആ കാര്യം അവരെക്കുറിച്ച് ഞാൻ കുറച്ച് അന്ന് കേട്ടു, ചിലരാരൊക്കെ പറഞ്ഞേ കേട്ടു. അങ്ങനെയെങ്കിൽ എനിക്കിങ്ങനെയാണ്. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ യാചകം കേട്ടല്ലോ, വെള്ളിയും പൊന്നും എന്നിടത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ എളിപ്പിച്ചു വിട്ടു. അപ്പം അങ്ങനെ കാശെടുക്കാതെ അല്ലേ എന്ന അപ്പോസ്തലൻ ചെന്നത്? അതുപോലെ ഉള്ള ഒരു മനുഷ്യൻ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ചെല്ലുക, ആ പ്രവാചകനെ ചെന്ന്, ദൈവ മനുഷ്യനെ ചെന്ന് കാണണം. അവിടെ പോയി അവരുടെ ആലോചന പ്രകാരം, യേശുവിൻ്റെ മാതൃക പ്രകാരം ആ സഭയിൽ എനിക്ക് സ്നാനം തന്നു. അല്ലല്ലേ? ഷാർട്ടായിട്ട്. പിന്നീട് എനിക്ക് വിവാഹം കഴിഞ്ഞു. ആ വർഷം തന്നെ വിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു. പിന്നീട് വീണ്ടും ആ ദൈവദാസൻ, ആ പ്രവാചകനെ ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ മുഖാന്തരമായിട്ട്, അതേ ഞാൻ പറഞ്ഞല്ലേ, അവിടെ നിന്ന് കൂവി പറഞ്ഞു ദൂരത്തിൽ, നീടോ സുവിശേഷനല്ലേ, നീ ദൈവത്തിൽ നിന്ന് പഠിച്ചതും ഇന്നും പഠിപ്പിക്കുന്നതുമൊക്കെ എല്ലായിടത്തിലും സംസാരിക്കുക, പോയിക്കൊണ്ടേയിരിക്കുക. ദൈവം നിനക്ക് അവസരം ഒരുക്കി തരും. എവിടെയൊക്കെ അവസരം ഒരുക്കി തരുന്നോ അവിടെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സഭകൾക്ക് ഉള്ളിലും പുറത്തും ഭവനയോഗങ്ങളിലും വേളാച്ച ഇന്നലെ അവിടെ വിഴിഞ്ഞം എന്ന സ്ഥലത്ത് സ്ട്രീറ്റ് തെരുവ് പ്രസംഗത്തിലായിരുന്നു. ഇനി തിങ്കളാഴ്ചയും ഒരിടത്തിൽ തെരുവ് പ്രസംഗം ചെയ്യും. നെയ്യാറ്റിൻകര എന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ തമിഴിലും ഇവിടെ മലയാളത്തിലും ഏതിടത്തിലും ഒരു സുവിശേഷകനായിട്ട് ചെല്ലുവാനും ദൈവവചനം സംസാരിക്കുവാനും ദൈവം എനിക്ക് അനുഭവം തന്നു. അല്ലല്ലേ? മനസ്സിലായോ? ഇതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ വചനത്തിലൂടെ തന്നെ നമുക്ക് ചെല്ലാം. അവിടെ യോഹന്നാൻ 10-ാം അധ്യായം 27-28, യോഹന്നാൻ 10:27-28 വചനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയെ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവരെ നിത്യജീവൻ നൽകുന്നു, ആരും അവരെ എൻ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നില്ല. അല്ലേ? തമിഴിലൊക്കെ എനിക്ക് വചനമൊക്കെ കാണാപ്പാടമാ, വളരെ സ്പീഡാ ചെല്ലും. മലയാളത്തിൽ കുറച്ച് സ്ലോ, ഇപ്പോഴല്ലേ കുറച്ചായിട്ട് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കൂ. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദൈവപുത്രനായ യേശു അന്ന് സംസാരിച്ച ആ ഉപദേശം ഇന്നും നമ്മൾ കൈകളിലിരിക്കുന്നു. അല്ലല്ലോ? ആ പാസ്റ്റർ അങ്ങനെ സംസാരിക്കുന്നു, ഈ സഭ ഇങ്ങനെ, അങ്ങനല്ല, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അല്ലല്ലോ? പഴയ നിയമത്തിൽ അവിടെ ഓസിയ പ്രവാചകൻ ദൈവം സംസാരിക്കുമ്പോൾ എൻ്റെ പ്രമാണം ഞാൻ അവർക്ക് എഴുതി കൊടുത്ത് അവരെ അതേ അന്യകാര്യമായിട്ട് എന്നുള്ള വചനമുണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പോൾ ഈ വചനങ്ങളൊക്കെ യേശുവിൻ്റെ വചനം നമ്മ കയ്യിൽ ഇരിക്കുന്നതാണ്. എന്നെ ദൈവം എങ്ങനെ പഠിപ്പിച്ചോ നടത്തുന്നോ എന്നുള്ളതാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത്. അല്ലല്ലേ? മറ്റാരുടെ കാര്യത്തിൽ ഞാൻ ചെല്ലുന്നില്ല. യേശുവിൻ്റെ വചനം വായിക്കുക ആദ്യം, ആ വചനപ്രകാരം ജീവിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ പലരും ചോദിക്കാം, എന്താ പാസ്റ്ററേ, ഉൽപ്പത്തി പുസ്തകം മുതൽ തിരുവെളിപ്പാട് വരെ ഉള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനം അല്ലേ, അതൊക്കെ വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കാം. അല്ലേ? പക്ഷേ യേശു ആ കാര്യം എബ്രായ ലേഖനം 1:1 പണ്ട് പ്രവാചകൻ മുഖാന്തരമായിട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം ഈ അന്തിമകാലത്തോ ഈ അവസാന കാലത്തോ തൻ്റെ യേശുൻ മുഖാന്തരം അല്ലേ സംസാരിച്ചല്ലേ? നിങ്ങൾ മനസ്സിലായാൽ മതി. ഞാൻ തമിഴ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ പറയുന്നതാണ്. മുമ്പേ പ്രവാചകൻ മുഖാന്തരമായിട്ട് മോശെ മുഖാന്തരമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാ, അല്ലല്ലേ? പക്ഷേ ഈ അന്തിമകാലത്തോ തൻ്റെ പുത്രന്മാരിലൂടെയല്ലേ നമ്മോട് സംസാരിച്ചത്.
യേശുവിൻ്റെ വാക്കിൻ്റെ വ്യത്യസ്തത നിങ്ങൾ മനസ്സിലാകുന്നോ? യേശുവിൻ്റെ വചനം എങ്ങനെയുള്ളതാണ് എന്നുള്ളത് മനസ്സിലാകുന്നോ? അതാണ് കാര്യം. അവിടെ നാം യോഹന്നാൻ 8:31 പറഞ്ഞു, യഹൂദന്മാരോട്, മോശായിൻ്റെ ന്യായവിധി പ്രകാരം ജീവിച്ച യഹൂദന്മാരോടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാലേ എൻ്റെ ശിഷ്യന്മാരാകും. അല്ലല്ലേ? ആ വ്യത്യസ്തത ആദ്യം മനസ്സിലാക്കും. എൻ്റെ ഉപദേശം. മത്തായി 28 കടൈസ് 2 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുക, ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കുവാനല്ലേ ഞാൻ കൽപ്പിച്ചത്. ആ വാക്ക് മനസ്സിലാക്കുക. അല്ല, അതാണ് കാര്യം. മോശെ കൽപ്പിച്ചതല്ല, ഇപ്പോൾ ഞാൻ കൽപ്പിച്ചത്. ഈ ഡിഫറൻസ് പലപ്പോഴും സഭകൾക്ക് അറിവില്ലാതെ ചെല്ലുന്നു എന്ന് ദൈവാത്മാവ് എന്നുള്ള ഉണർത്തുന്നതാണ്. അല്ലല്ലയോ? ഞാൻ കൽപ്പിച്ചത്, ഞാൻ പറഞ്ഞ ഈ വചനപ്രകാരം ജീവിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അല്ലേ? കർപ്പാറയന്മേൽ വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല വചനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ യേശു സംസാരിച്ച ഉപദേശങ്ങളാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ആയിരിക്കണം ആദ്യം. അല്ലല്ലേ? ആദ്യം ഇതൊക്കെ എന്തൊക്കെ തെറ്റ് നിങ്ങൾക്കുൾ കാണുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ തിരുത്തുക, സഭ തിരുത്തുക. എനിക്ക് ദൈവം ഇതൊക്കെ പറയുവാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അല്ലല്ലേ? ആദ്യം. രണ്ടാമത് ഇതാ എബേസ്യർ 2:20 അപ്പോസ്തലൻ പ്രവാചകന്മാരുടെ അടിസ്ഥാനം ക്രിസ്തു മൂലക്കല്ലത്രേ. അല്ലേ? അപ്പോൾ യേശു പറഞ്ഞത് ചെയ്തത് മാതൃക, അപ്പോസ്തലന്മാർ പറഞ്ഞത് അവർ കാണിച്ച മാതിരി. അതാണ് മുമ്പ് ഞാൻ വചനം സൂചിപ്പിച്ചല്ലോ, 13:15 യോഹന്നാൻ 13, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു. യേശു മാതൃകയാണ്. 1 പത്രോസ് 2:21 വായിക്കുമ്പോൾ അവൻ്റെ പാദ ചുവടുകൾ പ്രകാരം ജീവിക്കുവാൻ മാതൃക കാണിച്ചു. ആ വചനം അങ്ങനെയാണ്. 1 യോഹന്നാൻ 2:6 വായിക്കുമ്പോൾ അവനുള്ള ആയിരിക്കുന്നു എന്ന് പറയുന്നവർ അവർ നടന്നതുപോലെ, അവർ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതാണ്. സംശയമില്ലല്ലോ. ഓക്കെ. പിന്നീട് അപ്പോസ്തലന്മാരുടെ മാതിരിയാണ് അവർ കാണിച്ച മാതിരി. ഫിലിപ്പിയ 3:18 വായിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയാണ്, നിങ്ങൾ എന്നെ അനുസരിച്ച്, എന്നെ അനുഗമിച്ച് എൻ്റെ പുറകിൽ വരിക, എൻ്റെ മാതൃക പ്രകാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നവർ അല്ലേ, അവരുടെ മാതൃക പ്രകാരം ജീവിക്കുവേൻ. പലരും ആ വചനമൊക്കെ അവിടെ ചെല്ലാം തെറ്റായിട്ട്, പലർ തമിഴിൽ എങ്ങനെയാണ് വേറെ വിധമായി നടക്കാറുകൾ, തെറ്റായിട്ട് ശരിയില്ലാത്ത രീതിയിൽ നടക്കുന്നു. ഇപ്പോഴും ഈ സാഹചര്യത്തിൽ, ഈ കാലത്ത് അങ്ങനെയാണ്. ബൈബിൾ ഉണ്ട്, യേശുവിൻ്റെ നാമമുണ്ട്, രക്തം എന്ന് പറയും. പക്ഷേ യേശു പറഞ്ഞതുപോലെ അവരുടെ ജീവിത ശൈലി പ്രകാരം, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം, ജീവിത മാതൃക പ്രകാരം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഷാർട്ടായിട്ട് മനസ്സിലാക്കൂ. ഓക്കെ. അപ്പോൾ യേശുവിൻ്റെ മാതൃക, അപ്പോസ്തല മാതൃക, അവരുടെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാണ് ആദ്യം. ഈ അടിസ്ഥാനം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും പഴയ നിയമത്തിൽ നിന്ന് ഏതെങ്കിലും വചനങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ വായിച്ചാൽ, വിശ്വസിച്ചാൽ, ഈ അടിസ്ഥാന പ്രകാരം വിശ്വസിക്കുക. അല്ലല്ലേ? ഈ അടിസ്ഥാനത്തിൻ്റെ എതിരായിട്ട് ചെല്ലരുത് എന്നുള്ളതാണ്. വചനമൊക്കെ തരാം. സ്വർഗരാജ്യ അതായത് தேவன் பழைய நியம பழசிலிருந்தும் புதுசிலிருந்தும் தேவனுடைய ராஜ்யத்துக்கு ஏற்றவளை போதிக்கிற நல்ல வீட்டஜமா, அது நல்ல புரோகிதனை கொப்ப தமிழில் அப்படி வரும். சொர்க்க ராஜ்யத்தை குறித்து பழைய நியமத்திலிருந்தும் புதிய நியமத்திலிருந்தும் அதன் അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുവാൻ നമുക്ക് അനുവാദമുണ്ട്. അല്ലല്ലയാ? അതിക്ക് എതിരായി ചെല്ലരുത്. മനസ്സിലാകുന്നല്ലോ? ആക്കിയാൽ മതി. ദൈവം നമുക്ക് സഹായിക്കട്ടെ. അല്ലല്ലയോ? 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 ഓക്കെ. വീണ്ടും വചനത്തിൽ വരാം. അപ്പോൾ എൻ്റെ വചനപ്രകാരം ജീവിക്കുക, എൻ്റെ മാതൃക പ്രകാരം ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ അവരെയാണ് ഞാൻ അറിയുന്നത്. അല്ലല്ലേ? ഈ പരിധിനകത്ത് ഇല്ലാത്തവരെ ഞാൻ അറിയുന്നില്ല എന്നാണ്. അല്ലേ? ഒവ്വൊരു വാക്കും അങ്ങനെയുള്ള വളരെ പ്രാധാന്യമാണ്. ഓക്കെ. മറ്റവരെ എനിക്കറിയില്ല. ഇവരെയാണ് എൻ്റെ കയ്യിൽ ഞാൻ വച്ചിരിക്കുന്നത്. ആരും അവരെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച്
പാലിക്കുന്നില്ല, അല്ലാതെ ബൈബിളുണ്ട്, ചർച്ചിൽ ചെല്ലുന്നു, ആരാധിക്കുന്നു എന്നും പലരും പല രീതിയിൽ പറയാം. പക്ഷേ ഈ രീതിയിലല്ലാത്തവരെ യേശു പറയുന്നു അവരെ എനിക്ക് അറിയില്ല, അല്ലല്ലേ, അവർ എൻ്റെ കയ്യിലില്ല, അവർക്ക് ഞാൻ ഉത്തരവാദി അല്ല എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പോൾ യേശു പറയുന്നതാണ്, ഞാൻ അവർക്ക് എന്താ കൊടുക്കുവാൻ പോകുന്നത്? നിത്യജീവൻ നൽകുന്നു, അല്ലല്ലയോ? വളരെ വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 25-26 വായിക്കുമ്പോൾ നിത്യജീവനെ നൽകും എന്നുള്ളതാണ് അവൻ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനം. നിങ്ങളെ തെറ്റിക്കുന്നവർ, വഞ്ചിക്കുന്നവരെ കുറിച്ച് ഇത് എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? നിത്യജീവനെ നൽകും എന്നുള്ളതാണ് യേശുവിൻ മുഖാന്തരമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. സംശയമുണ്ടോ? ഇപ്പോൾ ഒരു കാര്യം പറയാം. ദൈവം മോശേൻ മുഖാന്തരമായിട്ട് ഒരു വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. അവിടെ ആവർത്തന പുസ്തകം 28-ാം അധികാരത്തിലെ മുതൽ 14 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മുകളിൽ, മലകളിൻ മുകളിൽ എന്ന് പറയുന്നത് പോലെ, അല്ലേ, ലോകപ്രകാരമായ, അതായത് അനിത്യமான ജീവിതത്തിനുള്ള വാഗ്ദത്തങ്ങളാണ്, അല്ലേ? അനിത്യമല്ലേ? അല്ലോ, സംശയമല്ലല്ലോ. പക്ഷേ ഇവിടെ പറയുന്നത് നിത്യജീവനുള്ള വാഗ്ദത്തമാണ്. ഈ വ്യത്യസ്തത ആദ്യം സഭാ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? ഇവിടെയാണ് റൂട്ട് കാസ് പ്രശ്നം എവിടെയാണ്? ഇവിടെ നിന്നാണ് വരുന്നത്. വാഗ്ദത്തം നിത്യജീവൻ എന്നുള്ളതാണ്. ഓക്കെ, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവസാനമില്ലാത്ത സന്തോഷപൂർണതയുള്ള ജീവിതം എന്നാണ്, അല്ലേ? അതൊക്കെ അവസാനമില്ല, ദുഃഖമൊന്നുമില്ല, സന്തോഷപൂർണതയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണോ? മരിക്കാതെ അമർത്യതയുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം അങ്ങനെ അനുഗ്രഹിക്കുമോ എന്നുള്ളത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്താ നിത്യജീവൻ എന്നൊക്കെ ഇവർ പറയുന്നു. പക്ഷേ വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാവരും മരിക്കുന്നല്ലോ. ഇവിടെ കഷ്ടപ്പാടുകളും കണ്ണുനീരും അവസാനം മരണം, അല്ലേ? സംഭവിച്ചല്ലേ പോകുന്നത്. എന്താ നിത്യജീവൻ, എവിടെയാ നിത്യം എന്നൊക്കെ കൺഫ്യൂഷൻ വരാം. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ദൈവം ആദ്യം ഈ നിത്യജീവൻ എന്ന് ഇപ്പോൾ ഇവിടെ ഈ ലോകത്ത് അനുഭവിക്കാൻ പറ്റാതെ ആകുന്ന കാര്യം എന്താണുള്ളത് ആദ്യം കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ വചനത്തിലൂടെയാണ് ചെല്ലുന്നത്. ദൈവം ആദം ഹവ്വ എന്ന് പറയുന്ന നമ്മുടെ തമിഴിലെ മൂതാതേരെന്ന് പറയും, അവരെ ആദ്യത്തെ മനുഷ്യരായിട്ട് സൃഷ്ടിച്ചല്ലേ? എങ്ങനെ സൃഷ്ടിച്ചറിയാമോ? അത് ഉൽപ്പത്തി പുസ്തകം 2:27 അത് എങ്ങനെ വായിക്കുന്നു? 27 വായിക്കുമ്പോൾ ദൈവം തമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യ പ്രകാരമും മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ഇവിടെ നോക്കൂ, തന്നെ പോലെ. അത് ഇൻ ഇംഗ്ലീഷ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവരെ പോലെ, ഏറെക്കുറെ അവരെ പോലെ ഉള്ള ഒരു തന്മയിൽ സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിലേ അന്നും ആ മനുഷ്യൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കുറച്ച് നാം ചിന്തിക്കാം. അപ്പോൾ ദൈവം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലായാൽ അന്ന് അവർ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അല്ലേ? 1 തീമോത്തേയുസ് 6-ാം അധ്യായം 16-ാം വചനം ഇങ്ങനെ പറയുന്നതാണ്, ഒരുവരായി ചേരക്കൂടാതെ ഒളിയിൽ വസിക്കുന്നവൻ അമർത്യത ഉള്ളവൻ. ഏത് വാക്ക്? അവിടെ ഒരു വാക്കുണ്ടല്ലോ, അമർത്യത ഉള്ളവനാണല്ലോ. 6:16 അമർത്യത ഉള്ളവൻ ആര്? അതെ, മതി. അമർത്യത ഉള്ളവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ, അല്ലേ? നിത്യജീവനായവൻ. അപ്പൊ ദൈവം എങ്ങനെ ആയിരിക്കുന്നു? നിത്യജീവനായിട്ട് അമർത്യതയുള്ളവനായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിലേ ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, അങ്ങനെയെങ്കിലേ ദൈവത്തെ പോലെ ആ തന്മയിൽ
മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാലേ അന്ന് ആ മനുഷ്യനും മരിക്കാൻ കൂടാത്തവനായിരുന്നു. അല്ലല്ലേ? മരിക്കാത്തവനായിരുന്നു. അവനക്ക് മരണമല്ല എന്നല്ലേ? അമർത്യതുള്ളവനായിരുന്നു എന്നല്ലേ അർത്ഥം? ഓക്കെ, അങ്ങനെ തന്നെ. രണ്ടാമത് സങ്കീർത്തനം 104:2 വായിച്ചാലേ, സങ്കീർത്തനം 104:2 വായിച്ചാൽ ദൈവം പോലെ പ്രകാശത്തെയാണ് വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. അല്ലല്ലേ? പ്രകാശം, ഒളി, പ്രഭ, തേജസ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വസ്ത്രം. അങ്ങനെയെങ്കിലേ അന്ന് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആ വസ്ത്രം തന്നെയല്ലേ അവനക്ക് ദൈവം കൊടുത്തിരിക്കണം. അല്ലല്ലേ? ഇല്ലേ? അവർ വസ്ത്രം ധരിച്ചിരിക്കുന്നല്ലോ. നമ്മൾ വസ്ത്രം ധരിച്ചാൽ നമ്മൾ മക്കൾക്ക് വസ്ത്രം ഇല്ലാതെ വയ്ക്കുമോ? അല്ലല്ലോ. അതെ, അങ്ങനെ ആ പ്രകാശം കൊണ്ടാണ് അன்று മനുഷ്യനെ വസ്ത്രം ധരിപ്പിച്ചിരുന്നത്. സങ്കീർത്തനം 8:5 വായിച്ചാൽ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊണ്ട് അവനെ അണിയിച്ചിരുന്നു അന്ന് അല്ലേ? അതാ ഒളി വസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് മത്തായി 5:48 വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആയിരിക്കുവിൻ. അങ്ങനെയെങ്കിലേ ദൈവം സൽഗുണപൂർണനാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യനും അങ്ങനെയല്ലേ ആയിരിക്കണം അല്ലേ? അങ്ങനെ തന്നെ ആയിരുന്നു. അത് തന്നെ പറയുന്നു, നിങ്ങളങ്ങനെ ആയിരിപ്പിൻ എന്ന് യേശു പറയുന്നത്. അല്ലല്ലേ? സൽഗുണപൂർണനാണ്. പിന്നീട് സങ്കീർത്തനം 16:11 അവിടെ വരുമ്പോൾ നിങ്ങളുടെ വലതു പാർശ്വത്ത് സന്തോഷപൂർണതയും പ്രമോദങ്ങളും. അല്ലല്ലയോ? 16:11 വായിക്കാമോ? ജീവമാർക്കത്ത് കാണിച്ചു തരുവേൻ. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും വലതു പാർശ്വത്ത് എന്തും പ്രബോധങ്ങളും. അല്ലല്ലേ? അപ്പം ദൈവം എന്ന് പറയുന്നത് സന്തോഷപൂർണത എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. അല്ലേ? അവിടെ സങ്കടമില്ല, കണ്ണീരില്ല, കഷ്ടമില്ല. അങ്ങനെയെങ്കിൽ അന്ന് ആദം ഹവ്വാവും അങ്ങനെയാണ് ആയിരുന്നത്. അല്ലല്ലേ? മനസ്സിലാക്ക്. ബേസിക് ഡോക്ട്രിൻ, അസ്ഥിവാര ഉപദേശമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇങ്ങനൊക്കെ ആയിരുന്നപ്പോഴും ദൈവം അവനിടത്തിലെ അത് കൽപ്പന, അത് 2:17 ഉൽപ്പത്തി 2:17 വായിക്കുമ്പോൾ ആ തോട്ടത്തിനടുക്കൽ ഒരു നന്മ തിന്മയിൻ്റെ ബലം കായ്ക്കുന്ന ഒരു വൃക്ഷം ഉണ്ടായിരുന്നല്ലേ? അതിനെ ഇപ്പോൾ നീ തിന്നരുത്. അതാണ് അതിൻ്റെ അർത്ഥം. ഹീബ്രു വരെ അവരുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നീ തിന്നരുത്, അങ്ങനെ തിന്നാൽ നീ മരിക്കും, ചാവും. അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. കാരണം അത് നന്മ തീമേൻ്റെ വൃക്ഷമാണ്. ഇവിടെ അപ്പോൾ നന്മ മാത്രമല്ലേ ഉണ്ടായിരുന്നു? ആദ്യം തിന്മ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ആ കാര്യം? പക്ഷേ ഇവിടെ പുറത്ത് ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. പുറത്ത് അതായത് ആ തോട്ടത്തിനെ 16:15 ഞാൻ തമിഴാണ് പറയുന്നത്. ഓക്കെ, 15 ആ തോട്ടത്തെ 15 വായിക്കാമോ? ദൈവം പോയി കാപ്പാൻ വൈത്തു. ഹല്ലേലൂയ. കാപ്പാൻ എന്തിനാ കാക്കേണ്ടത്? എന്തിനാ? അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ, ഇന്ന് കാണുന്നത് പോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ കാക്കേണ്ടത്? പുറത്തൊരുവനായിരിക്കുന്നു. അല്ലല്ലയാ? ആരെ? പൈശാസ്, തമിഴിലെ തള്ളപ്പെട്ട ദൂതൻ എന്ന് പറയും. അല്ലല്ലയാ? മുമ്പ് ദൈവദൂതനായിട്ട് കേരൂപായിട്ടായിരുന്നു. പിന്നീട് അവൻ ദൈവത്തിന് എതിരായിട്ട് ചെന്നു. അതൊക്കെ വചനങ്ങളാണ്. അവൻ പുറത്തായിരിക്കുന്നു. അവൻ ഉള്ളിൽ വരാതെ നീ കാക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആകെ നീ തിന്നരുത്. ഇപ്പോൾ തിന്മയില്ല. അവൻ്റെ ഇൻഫ്ലുവൻസ്, അവൻ്റെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും തിന്മയായ കാര്യങ്ങൾ വന്നാൽ അത് കൈകാര്യം ചെയ്യുവാനുള്ള നാലഡ്ജ് വേണമല്ലോ. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് മതി, ഇപ്പോൾ അത് വേണ്ട, ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. പക്ഷേ അവർ പോയപ്പോൾ പൈശാസ് അവിടെ വന്നു ഉൽപ്പത്തി 3:4 ആ പൈശാസ് എന്താ പറയുന്നത്? 3:4 നിങ്ങൾ മരിക്കയില്ല എന്നുള്ളത് നിശ്ചയം. കൊള്ളാമോ? ദൈവം പറയുന്നത് മനസ്സിലാക്ക്. ദൈവം പറയുന്നത് ഒന്ന്, പക്ഷെ പൈശാസ് പറയുന്നത് ഇത് പ്രസംഗമല്ല,
ഈ പ്രസംഗമല്ല, ദൈവ നിയമമാണ്, ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാന അർത്ഥമാണ്. ഇത് എപ്പോഴും മനസ്സിലായി ഇരിക്കേണ്ട. കാരണം പലപ്പോഴും പലരും ഇത് പറയുന്നില്ല. എനിക്ക് ദൈവം തന്നതുകൊണ്ട് സംസാരിക്കാം, എൻ്റെ ജോലി ഇതാണ്. മറ്റതൊക്കെ നിങ്ങൾക്കറിയാം. പൈശാസിൻ്റെ ദൈവവചനം അനുസരിക്കാതെ, പൈശാസിൻ്റെ വചനം അവനുടെ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ് അവിടെ പിന്നീട് എന്താ സംഭവിച്ചത്. അവർ യഹോവ അവിടെ പോയി നന്നായിട്ടുണ്ട്, പുത്തിയെ തെളിവിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ കഴിച്ചു. അവരുടെ പുരുഷൻ ഹസ്ബൻഡ് ഭർത്താവിനും കൊടുത്തു. പിന്നീട് ആദ്യമായിട്ടായത് 8-ാം വചനമാണോ, അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. അല്ലേ? വസ്ത്രം നഷ്ടപ്പെട്ടു. ആദ്യം ആ പ്രകാശം, ആ തേജസ് അങ്ങനെ പോയതാണ്. അല്ലാതെ കണ്ണ് ഇല്ലാത്തവരല്ല, അന്ധകന്മാരല്ലല്ലോ. അതെ, ഈ തേജസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കി. ആദ്യം നഷ്ടപ്പെട്ടത് തേജസ്സാണ്. തേജസ് പോയി. പിന്നീട് 3-ാം അധ്യായം 16-19 വരെ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വായിക്കുകയാണ്, സ്ത്രീയോട് ദൈവം കൽപ്പിച്ചത് എന്താണ്? നീ പ്രസവിക്കുമ്പോൾ കഷ്ടവും ഗർഭധാരണവും വർദ്ധിക്കും, വേദനയോടെ മക്കളെ ഇവിടെ നോക്ക്, ഇതിൻ്റെ കാര്യം മനസ്സിലാക്ക്. അടിസ്ഥാനം എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റൂ, അല്ലല്ലേ? ആദ്യം പറഞ്ഞത് 1:28 നീ പെരുകി വർദ്ധിപ്പിക്കുക എന്ന് അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി 1:28 കാണാം. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നീ വർദ്ധിപ്പിക്കുമ്പോൾ ഞാൻ വേദന ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ്. അങ്ങനെ മൽകിയ 2:15 മൽകിയ പ്രവാചകൻ 2:15 വായിക്കാമോ? അവിടെ വായിക്കുമ്പോൾ ഞാൻ എടുത്താൽ എനിക്ക് സമയമാവും. ഓക്കെ, ഒരുവനെല്ലവ സൃഷ്ടിച്ചു. വായിക്കാം. അതിലൊരു വാക്ക്. ആ ആ ആ ആ 2 മലാക്കി 2:15. സാറി, அதாவது തമിഴിൽ ഇങ്ങനെയാണ്, ഒരുത്തനെ അല്ലവ പടൈതാറാക്ക. വചനം മറ്റാരും അങ്ങനെ സംസാരിച്ച് തരുന്നില്ല. 2:15 അല്ലേ? ഹല്ലേലൂയ. വായിക്കട്ടെ, ഞാൻ നോക്കട്ടെ. 2:15 മലാക്കി 2:15. ശരി, വായിക്കൂ. തമിഴിൽ ഓക്കെ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നമുക്ക് കുറച്ച് പറയട്ടെ. ഒരു മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചതാണ്, പക്ഷേ അവന് ഭാര്യയായിട്ട് ഒരു മനുഷ്യയെ കൊടുത്തു, അല്ലേ? എന്തിനെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന വചനത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. എന്തിനെന്ന് വെച്ചാൽ ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്ന വിശുദ്ധ സന്തതി, അല്ലേ? 14 അവിടെ. ഓക്കെ, 14 വചനം. അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിന്റെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ഓക്കെ, ഇല്ല, അവിടെ ഈ വാക്ക് ഞാൻ പറയുന്ന കാര്യം അവിടെ ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യം ഒരുത്തനെ സൃഷ്ടിച്ചതാണ്, ആണെ സൃഷ്ടിച്ചതാണ്, അവന് തുണയായിട്ട് പെണ്ണെ സൃഷ്ടിച്ചതാണ്. എന്തിനെന്ന് വെച്ചാൽ ഇവിടെ തമിഴിൽ അങ്ങനെയാണ് കാണുന്നത്, ദൈവഭക്തിയുള്ള വിശുദ്ധ വംശത്തിനെ അവർ പെറ്റെടുക്കുവാനായിട്ട് വേണ്ടിയാണ്, അല്ലല്ലേ? അന്വേഷിച്ചു, എതിർപാർത്തു. ഓക്കെ. അങ്ങനെ ഉള്ള ഒരു സന്തതിയെ പ്രതീക്ഷിച്ചു, അല്ലേ? ഓക്കെ. മലയാളത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ദൈവം റൂട്ട് രഹസ്യം, കുറച്ച് മർമ്മം, ദൈവത്തിൻ്റെ കരുതൽ, എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, അങ്ങനെ വിശുദ്ധ വംശത്തിനെ ഇവർ പെറ്റെടുക്കണം എന്നുള്ളതായിരുന്നു. മനസ്സിലായോ ആദ്യം? പക്ഷേ ഇവിടെ എന്തായി? ഇവരെ ദൈവഭക്തിയില്ല, പൈശാസിൻ്റെ പുറകിൽ പോയി. എവിടെ പോയി? പൈശാസിൻ്റെ പുറകിൽ പോയല്ലോ. തേജസ് നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ടാണ് ഇനി നീ വർദ്ധിപ്പിക്കണ്ട. കാരണം നിന്റെ മക്കൾ ഇനി വിശുദ്ധ വംശമായിട്ട് ആയിരിക്കുന്നില്ല, അല്ലേ? അതാണ് കാര്യം.
ആദ്യത്തെ പ്രശ്നം ഇതാണ്. അതുകൊണ്ട് വേണ്ട. ഇന്ന് വരെ അതല്ലേ, മക്കളെ പ്രസവിക്കുക, മക്കളെ വർദ്ധിപ്പിക്കുക ചെല്ലുമ്പോൾ കഷ്ടതയും കണ്ണുനീരും പ്രശ്നങ്ങളല്ലേ ഇവിടെ കാണുന്നത്. അതിൻ്റെ റൂട്ട് വേറെ അവിടെയാണ്. അല്ലല്ലയോ? അങ്ങനെ പറഞ്ഞു. പിന്നെ ആദാമിൻ്റെ അടുത്തിൽ പറഞ്ഞതാണ്, ഈ ഭൂമി നിൻ മുഖാന്തരം ശപിക്കപ്പെട്ടിരിക്കും. അല്ലേ? നിൻ മുഖാന്തരം ശപിക്കപ്പെട്ടിരിക്കും. മുള്ളും പറക്കാരയും മുളപ്പിക്കും, വയലിയിലെ സസ്യം ഭക്ഷിക്കും, കണ്ണീരോടും ഇവിടെ ജീവിക്കും, കാലം വരയ്ക്കും, അങ്ങനെ തന്നെ ജീവിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ. ഇന്ന് വരെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലല്ലയോ? ആദ്യം മനസ്സിലാക്ക്, എന്താ നമ്മളിങ്ങനെ നിത്യമായിട്ട് ജീവിക്കുവാൻ കഴിയാതെ ആയി എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നില്ലല്ലോ. ഇതാണ് കാര്യം. അല്ലല്ലയോ? അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാം കഷ്ടത്തിലായി, ശാപത്തിലായി. കാശ് ഇരുന്നാലും ഇല്ലെങ്കിലും കഷ്ടം തന്നെ, കണ്ണീര് തന്നെ. അല്ലല്ലയോ? ഈ ശരീരം മണ്ണിലിരുന്ന് എടുത്തതാണ്, ഈ മണ്ണിൽ തിരികെ ചേരും വരെ ഇതൊക്കെ തുടർന്ന് വരുന്നതാണ്. അല്ലല്ലേ? മനസ്സിലാകുന്നോ? പിന്നീട് ഓക്കെ, ഇതൊക്കെ ആയി. പിന്നീട് ദൈവം പറഞ്ഞതുപോലെ അവരുടെ ആദമൻ്റെ മക്കൾ വിശുദ്ധ വംശമായിട്ടായിരുന്നില്ല. എന്തായി? ആദമൻ്റെ ആദ്യത്തെ പുത്രൻ്റെ പേരെന്താ? കയീൻ. അല്ലേ? കയീൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവ കൽപ്പന പ്രകാരം ദൈവം പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ആരാധന ചെയ്ത് ആബേലിനെ അവൻ കൊന്നു. അല്ലേ? കൊന്നല്ലേ? ആ കാര്യത്തിനെ കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 8:44 യഹൂദന്മാരെ നോക്കി യേശു ഇങ്ങനെ പറയാണ്, നിങ്ങൾ പൈശാസിൻ്റെ മക്കളാണ്. ആ പൈശാസ് ആദ്യം മുതൽ മനുഷ്യ കൊലപാതകനാണ്. അല്ലല്ലയോ? പൈശാസ് ആദ്യം മുതൽ മനുഷ്യ കൊലപാതകൻ. അങ്ങനെയെങ്കിലേ ഈ ലോകത്തിൻ്റെ ആദ്യത്തെ കൊലപാതകം കയീനല്ലേ ചെയ്തത്? അതിൻ്റെ പിന്നിൽ ആരാ? പൈശാസ്. അതാണ് കാര്യം. ശ്രദ്ധിച്ച് നോക്ക്. ആദം ഹവ്വാവിനെ വിശുദ്ധ ദൈവത്തിൻ്റെ ഐക്യതയിൽ നിന്ന് പിരിച്ചല്ലോ, ഉടച്ചല്ലോ പൈശാസാണ്. അവിടെ വിജയിച്ചു എന്നുള്ളതാണ് വാസ്തുത. രണ്ടാമത് അവൻ്റെ ആദ്യത്തെ പുത്രനെ കൊലപാതകനായി മാറ്റി. ആരാ? ഈ പൈശാസ. അല്ലല്ലേ? ഓക്കെ. പിന്നീട് നിങ്ങൾ ഉൽപ്പത്തി 6-5 വചനത്തിൽ വരുമ്പോൾ മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളൊക്കെ ദിനം പ്രതി ദുഷ്ടതയും അത് ആ വചനം വായിക്കാമോ? 6:5 ജനീസിസ് ഉൽപ്പത്തി 6:5. ദുഷ്ടത വലിയത്, ഹൃദയ വിചാരങ്ങളൊക്കെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് കണ്ടു. ദോഷമുള്ളത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ ആയത് എങ്ങനെ? ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ദൈവം സൽഗുണപൂർണ്ണനല്ലേ? ആ സൽഗുണപൂർണ്ണൻ അങ്ങനെയുള്ള സ്ഥിതിയിലല്ലേ അന്ന് ആദമോനെ സൃഷ്ടിച്ചത് എന്നല്ലേ കണ്ടത്? ഇപ്പോൾ ഈ ദുഷ്പ്രവൃത്തി എവിടെ നിന്നാണ് വന്നത്? അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും പൈശാസിൻ്റെ പ്രവർത്തനം, പൈശാസിൻ്റെ ഭരണം വന്നു എന്നുള്ളതാണ്. 2 തീമോത്തേയുസ് 2 26 വചനം വായിക്കുമ്പോൾ എല്ലാ വചനമാണ്. ഞാൻ വചനവും കൂടെ പഠിച്ചതാണ്. അതാണ് വചനം സംസാരിച്ചിട്ട് പോകുന്നത്. അല്ലല്ലയോ? എൻ്റെ സ്വന്തം കഥ ഞാൻ സംസാരിക്കുന്നില്ല. വായിക്കുമ്പോൾ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ സുബോധം പ്രാപിച്ച് കെണിയിൽ നിന്ന് ഒഴിഞ്ഞു ചെയ്യുമോ എന്ന് സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടത്. ഓക്കെ. അല്ലല്ലയോ? എല്ലാവരും പൈശാചിൻ്റെ പീഡനത്തിനകത്ത്. മനസ്സിലായോ? ഇതാണ് ലോകമെന്ന് പറയുന്നത്. ദൈവശാപമും പൈശാചിൻ്റെ ഭരണമും. മനുഷ്യരൊക്കെ പൈശാചിൻ്റെ പീഡനത്തിലാണ്. യേശുവിൻ്റെ ശിഷ്യനിൽ ഒരുത്തൻ യൂദാസും പൈശാചിൻ്റെ പ്രവൃത്തി ചെയ്തല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ? അല്ലല്ലയോ? മനസ്സിലാകുന്നോ? ഇതാണ് ലോകമെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധയിലിരിക്കേണ്ടതാണ്. ദൈവശാപമാണ് ഇത്, ദൈവാനുഗ്രഹമുള്ള ലോകമല്ല. രണ്ടാമത് ഭാഷ പറഞ്ഞതുപോലെ നോഹയിനിടത്തിൽ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ വംശത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം വളരെ തുല്യമായിട്ട് ഒരു കാര്യം അവിടെ ഉണ്ടല്ലോ. അത് ഉൽപ്പത്തി 22:17 യഹോവ
അബ്രഹാമിനോട് സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? ആ കൊണ്ട് ഓക്കെ ഓക്കെ. അടുത്ത വചനം വായിക്കാമോ? എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, അന്ന് ആദം ഹവ്വ ദൈവത്തിൻ്റെ വാക്ക് കൽപ്പന അനുസരിച്ചില്ല എന്നുള്ളതാണ് ആദ്യ പാവം. പാവമെന്ന് പറയുമ്പോൾ പല രീതിയിൽ പറയും, എന്നാലും ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല രീതിയിൽ ബൈബിളിൽ നമ്മളിത് കാണാം. നോഹയെ ദൈവം പറഞ്ഞത് അനുസരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അബ്രഹാമിടത്തിൽ പറയുന്നു, എൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട് നിന്റെ വംശത്തിന്. ഇപ്പം മനസ്സിലായോ? ഇസ്രായേലർ, ഇങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തനി വംശം അവിടെ വരുന്നത്. അവിടെ തിരിച്ചെടുത്തു, അവിടെ മിശ്രഭൂമിയിലായിരുന്നു, അവിടെ നിന്നും വേർതിരിച്ചാണ് മറുഭൂമിയിൽ കൊണ്ടുവന്നത്. അല്ലല്ലേ? അതെ. ലേവി 20:26, ലേവി 20:26 വായിക്കാമോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കും. ഞാൻ വിശുദ്ധനായത് കൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അവിടെ കണ്ടോ, അന്ന് ആദം ഹവ്വാവൊക്കെ വംശം, സന്തതി, വാരിസുകളൊക്കെ വിശുദ്ധ സന്തതിയായി ആയിരിക്കണം എന്ന് ദൈവം പ്രതീക്ഷിച്ചതാണ്. അല്ലല്ലേ? ആ കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു, വചനപ്രകാരം കണ്ടല്ലോ. വീണ്ടും ആ കാര്യത്തെയാണ് പറയുന്നത്, ഞാൻ വിശുദ്ധനാണ്, എന്നെ പോലെ നിങ്ങളും വിശുദ്ധ സന്തതിയായിട്ട് മനുഷ്യരായിട്ട് ഇരിക്കുവേൻ. അതിനായിട്ട് വേണ്ടിയാണ് ഇത്ര ശ്രമിച്ച് നിങ്ങളെ അവിടെ നിന്ന് പുറത്ത് മിശ്രദേശത്തിലിരുന്ന് ആ ചെങ്കടൽ കടന്ന് അവിടെ പുറത്ത് ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ മക്കൾ, മൈ ഓൺ പീപ്പിൾ. ഇവിടെ നോക്ക്, ഈ ലോകം മുഴുവതും എത്രയോ മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ ദൈവം യഹോവ പറയുന്നത്, എൻ്റെ സ്വന്തം മക്കളായിട്ട് ഞാൻ സൃഷ്ടിച്ച ആദമ ഹവ്വ ഇല്ലല്ലോ, പോയല്ലോ, അവരുടെ വംശത്താർ പോയല്ലോ. ആ കാര്യമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ അങ്ങനെ ഇരിക്കുവീൻ എന്ന് വീണ്ടും എൻ്റെ മക്കളെ എന്നെപ്പോലെ എന്നെ പ്രസാദിപ്പിക്കുവാൻ, അല്ലേ, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഉള്ള വംശമായിട്ട് നിങ്ങൾ ഇരിക്കുവിൻ എന്നാണ് വേർതിരിച്ചത്. 18 ലേവി 18 2-3 വചനം വായിച്ചാലേ അതിനെ മനസ്സിലാക്കുവാൻ 2 വചനം തരുന്നു. വായിച്ചാൽ എന്താ പറയുന്നത്? ലേവി 18:2-3 മോശയോട് എന്താ അരുളി ചെയ്തത്? നീ ഇസ്രായേൽ മക്കളോട് എന്താ പറയേണ്ടത്? കണ്ടോ, ഞാൻ നിങ്ങളുടെ ദൈവം, എല്ലാവരുടെ ദൈവം എന്ന് പറഞ്ഞല്ല, നിങ്ങളുടെ ദൈവം. അതെ, നിങ്ങൾ മുമ്പ് പാർത്തിരുന്ന മിസ്രയീൽ ദേശത്തിലെ അവരുടെ നടപ്പ് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വാനാൻ ദേശത്തിന്റെ നടപ്പ് പോലെ ഇനി നടക്കരുത്, ആചരിക്കരുത്. കണ്ടോ എങ്ങനെ വിശുദ്ധ ജാതി എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഏതോ ഇവിടെ സഭയിൽ വരുന്നു, പാട്ടുപാടുന്നു, കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നു, അവിടെ നമ്മുടെ വഴിയിലേക്ക് ചെല്ലുന്നു. അതാണോ വിശുദ്ധ ജാതി എന്ന് പറയുന്നത്? അല്ലല്ലോ. അടിസ്ഥാനമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്, അല്ലല്ലേ? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വേർതിരിക്കപ്പെട്ട ജനമായി ജീവിക്കുവൻ എന്ന് പറഞ്ഞു. അവർക്ക് നിയമങ്ങളൊക്കെ കൊടുത്തു, ന്യായപ്രമാണം, തമിഴിലെ നിയമങ്ങൾ കൊടുത്തു. അപ്പം നിയമങ്ങൾ കൊടുത്തപ്പോൾ പുറപ്പാട് 20:4 അവിടെ വായിക്കുമ്പോൾ വേറൊരു ബിംബമോ സ്വരൂപമോ ഒന്നും ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, സേവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അറിയാം, നിങ്ങൾക്കറിയാം. ഇതൊക്കെ മോശയുടെ ഇടത്തിൽ കയ്യിൽ തൻ്റെ വിരൽ കൊണ്ട്, തൻ്റെ കൈ കൊണ്ട്, അല്ലേ, തൻ്റെ വിരൽ കൊണ്ടാണ് എഴുതി കൊടുത്തത്. അവിടെ കല്ല് പലകയിൽ എഴുതി കൊടുത്തു. പക്ഷെ ന്യായവിധികളെ അവൻ കൊണ്ട് ഇവിടെ വരുന്നത് മുമ്പ് പൈശാസ് അവിടെ ഇവരുൾ കയറി. അവർ ആർക്കുൾ കയറി? ഇസ്രായേൽ ജനങ്ങളില്ല, ഇസ്രായേൽ ജനങ്ങൾക്കുൾ കയറി എന്നാണ്. അതല്ലേ കാണാം. മോശ അവിടെ മലയിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാ.
കയ്യിൽ ന്യായവിധി പലകമൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഇസ്രായേലർക്കുൾ പൈശാച് കയറി. എങ്ങനെ കയറി? എന്ത് ചെയ്തു? 32 പുറപ്പാട് 32:4 വായിക്കാമോ? ഈ കാര്യമൊക്കെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. അവരുടെ കയ്യിൽ നിന്ന് എന്താണ് വായിച്ചത്? ഇല്ലല്ല അവിടെ ചെറുതാ വചനം ശരി തന്നെ. അത് മുന്തിന വചനം എന്താണ്? കാതിൽ നിന്ന് കൊണ്ടുവന്നു പൊന്ന് ഉരുപ്പടികളൊക്കെ കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തണി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർപ്പിച്ചു. അവർ നോക്ക അവിടെ. അപ്പോൾ അവിടെ ആരോൻ അവിടെ എന്താ പറയുന്നത്? ഇസ്രായേലരെ, മിസ്രയേൽ ദേശത്തിൽ നിന്ന് കൊണ്ടുവന്ന ആരാ? കാളക്കുട്ടിയോ? ശ്രദ്ധിച്ച് നോക്കവിടെ. ഇസ്രായേൽ ദേശത്തിൽ 10 വാതകളൊക്കെ അയച്ചെന്ന് നമുക്കറിയാം. അത്ഭുതങ്ങളെ ചെയ്ത് കൊണ്ടുവന്നത് ആരാ? ഇല്ല, അവിടെ കാളക്കുട്ടി എന്നല്ലേ പറയുന്നത്. ഇവിടെ ദൈവം കൊണ്ടുവന്നത് വസ്തുതയാ. കണ്ടോ അവിടെ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, നമസ്കരിക്കരുത് എന്നാണ് ദൈവം വിരൽ കൊണ്ട് എഴുതി കൊടുത്തതെന്നാണ്. അതിന് പൈശാച് ഇവിടെ കയറി. കണ്ടോ? നോക്ക്, ഇങ്ങനെയാണ് പൈശാചിന്റെ ഭരണം വളരെ വിജയത്തോടെ ഇവിടെ ചെന്നുകൊണ്ടിരിക്കല്ലേ. ആദമായി, കയീനായി, മറ്റ മനുഷ്യരായി, ഇപ്പോൾ അബ്രഹാമിന്റെ വംശത്താരായി ഇസ്രായേലരായി. 10 തവണ. എത്ര തവണയാ? വേറെ വചനങ്ങളോട്ട് എഴുതാൻ സമയം പോകും. 10 തവണ എങ്ങനെയാ ദൈവത്തിന് എതിരായിട്ട് വന്നു. അവസാനം ദൈവം പറഞ്ഞു, മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനമൊന്നും നിങ്ങൾക്ക് തരൂല്ല. ഉടൻപടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യും. അതൊക്കെ വചനങ്ങളാണ്. മോശെ ആ വചനങ്ങളെ വായിച്ചപ്പോൾ ഈ വചനങ്ങൾ വിളിച്ച് പറഞ്ഞതാണ്. ദൈവം പറഞ്ഞതുപോലൊക്കെ തങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. ഒക്കെ അവിടെ വചനങ്ങളുണ്ട്. പക്ഷേ ഉടൻപടി ഇവർ ഉടച്ചു. അപ്പോൾ ദൈവവും ഉടച്ചു. അവർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞല്ലോ, അതൊന്നും തരൂല്ല. ഈ മരുഭൂമിയിൽ നിങ്ങളെ കുളിച്ചു മൂടും. ഹല്ലേലൂയ. വട്ടം കറക്കും. അങ്ങനെ അത്തനെ പേരും വട്ടം കറക്കി അവിടെ അടക്കിയെന്നാണ്. ഹല്ലേലൂയ. എല്ലാവരെയും മണ്ണിൽ അടക്കി. 20 വയസ്സിന് മുകളിലുള്ളവർ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതങ്ങളൊക്കെ അവിടെ മരുഭൂമിയിൽ മിശ്രദേശത്തിൽ കണ്ടല്ലോ അവരൊക്കെ. പിന്നീട് അവിടെ മക്കളാണ് കാനാൻ ദേശത്തിൽ പോയത്. അവരോ അവിടെ ചെന്ന് എവിടെയെങ്കിലും ബിംബാരാധനയാ. അല്ലല്ലയാ. എത്ര ദൂരം പോയി എന്നാൽ അവിടെ നിങ്ങൾ എസേക്കിയ 8:5 വായിക്കുമ്പോൾ, എസേക്കിയ 8:5 വായിക്കാമോ? എസേക്കിയേൽ പ്രവാചകന്റെ. ഓക്കെ 8:5. ഇല്ല, അവരെന്നോട്, മനുഷ്യപുത്ര വടക്കോട്ട് നോക്ക്. നോക്കിയപ്പോൾ യാഗപീഠത്തിന്റെ വാതിലിന്റെ വടക്കോട്ട് തന്നെ ബിംബത്തെ കണ്ടു. എവിടെ കണ്ടു? യെരുശലേം ദേവാലയത്തിൽ അല്ലേ? കണ്ടോ? യെരുശലേം ദൈവത്തിനെ ആരാധിക്കുന്ന ആലയത്തിലെ ബിംബങ്ങളെ വയ്ക്കുവാൻ തക്കവണ്ണം ഇവർ അത്രയും. എസേക്കിയേൽ 8:5, എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 8:5. ഇവിടെ വരുമ്പോഴല്ലേ എനിക്ക് മലയാളത്തിൽ കുറച്ച് സംസാരിക്കാൻ കഴിയും. എപ്പോഴും തമിഴിൽ സംസാരിക്കുന്നത് അല്ലല്ലേ? മനസ്സിലാകുന്നല്ലോ? മനസ്സിലായാൽ മതി. തമിഴിൽ അങ്ങനെ പോകും. എന്നാലും എനിക്കും നിങ്ങളോട് മലയാളത്തിൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ദിനം പ്രതി എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനുള്ള അവസരം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ. കണ്ടോ? ബിംബത്തെ എവിടെ വെച്ചു? വിഗ്രഹങ്ങളെ കൊണ്ട് അവിടെ വെച്ചു. എന്താ സംഭവിച്ചിട്ടുണ്ട് അവസാനം? യെരമ്യാ 52 അല്ല, വചനങ്ങൾ മലയാളത്തിൽ നിങ്ങൾ വായിക്കണം. അതൊക്കെ വായിച്ചാലേ നിങ്ങളുടെ മനസ്സിലങ്ങനെ ഉറപ്പായിട്ട്. 52 12 വായി 5-ാം മാസം. കണ്ടോ? മാസം, വർഷം, ദിവസം ഒക്കെ ഇട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലല്ലയോ? വായിക്ക്. ഓക്കെ.
നെബൂസരാദാൻ വന്നു. യെരൂശലേമിലേക്ക് വന്നു. വന്നു അവൻ യഹോവയുടെ ആലയം രാജധാനികളെയും ചുട്ടു, യെരൂശലേമിലെ എല്ലാ വീടുകളെയും പ്രധാന ഭവനങ്ങളെ തീ കത്തിച്ച് കളഞ്ഞു. അല്ലല്ലേ? ദൈവം പറഞ്ഞതാ. അതിന് മുമ്പേ വായിക്കാം. അവനെ കൊണ്ടുവരും, ഇതൊക്കെ കത്തിച്ച് കളയുമെന്നൊക്കെ യെരമ്യാ പ്രവാചകൻ പറഞ്ഞതാ. ഇവർക്ക് മനസ്സിലായില്ല. ദേവാലയത്തിൽ കത്തിക്കുന്നതോ സഭയെ കത്തിക്കുന്നതോ എന്തൊക്കെയാണ്. പക്ഷെ പിന്നീട് അത് സംഭവിച്ചു. അങ്ങനെ ദേവാലയം ഇല്ലാതാക്കി. യെശയ്യാ 65:17. പിന്നീട് എന്താ പറഞ്ഞത്? യെശയ്യാ 65:17 ബേസിക്. കാരണം ഇപ്പോൾ സഭകളൊക്കെ കലങ്ങി കുളമ്പി മറിയുന്നതല്ലേ. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല. ഇവിടെ നോക്ക്, ആദം ഹവ്വാവിനെ നോക്കി മതി. പിന്നീട് അബ്രഹാമിന്റെ വംശത്താരെ അവരെയും നോക്കി മതി. അവർക്ക് സമയം കൊടുത്തല്ലോ. പിന്നെ ഒരു കാര്യം പറയാം. ഉൽപ്പത്തി 1:28 വായിക്കുമ്പോൾ ഈ ലോകത്തിനെ, ഈ ഭൂമിയെ തന്നെ നിങ്ങൾ വർദ്ധിപ്പിച്ച് പെരുകുക എന്ന് ചൊല്ലി ദൈവം അവരെ അനുഗ്രഹിച്ചു. അല്ലേ? ആദ്യം ഒരു ചാൻസ്, ഫസ്റ്റ് ചാൻസ് മുതൽ അവർക്ക് ഒരു തവണ കൊടുത്തു. അവിടെ അനുഗ്രഹം, ഈ ലോക അനുഗ്രഹത്തിൻ്റെ തവണ. രണ്ടാമത് തവണയാണ് ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെ കാണുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അബ്രഹാംക്കും അബ്രഹാമിൻ്റെ വംശത്താർക്കും വാരിസുകൾക്കും കൊടുത്ത അനുഗ്രഹങ്ങളാണ് രണ്ടാമത് പ്രാവശ്യം. അല്ലല്ലേ? 2 തവണ കൊടുത്തു. 2 attempts. ഓക്കെ. പിന്നീടാണ് ഇവിടെ യെശയ്യാ പ്രവാചന മുഖാന്തരമായിട്ട് ദൈവം എങ്ങനെ പറയുന്നത്? ഇനി മതി, ഈ ലോകമും മതി, ഈ ലോകത്തെ അനുസരിച്ച രീതിയും മതി. ഞാൻ ഇതിന് പകരം പുതിയതായിട്ട് പണിയുന്നു. അല്ലല്ലേ? പുതിയതായിട്ട് പണിയുന്നു. പുതിയ വാനം, പുതിയ ഭൂമി പണിയാൻ പോകുന്നു. ഇതിനെ മറക്കുവാൻ പോകുന്നു. നന്നായിട്ട് ആ വചനം മനസ്സിൽ വയ്ക്കണം. അല്ലല്ലയോ? ഇവിടെ നിന്നാണ് പിന്നീട് യേശു അയച്ചു. യേശു ഈ ലോകത്ത് വന്നു. മത്തായി 4:17 മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപം. ഭൂലോക രാജ്യത്തിൻ്റെ കാര്യമൊക്കെ കുറച്ച് കണ്ടല്ലോ. വേണ്ട, ഇനി സ്വർഗരാജ്യമെന്ന് പറയുന്നു. പിന്നീട് 14:2 യോഹന്നാൻ 14:2-3 അവിടെ വായിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, വസിപ്പിടങ്ങൾ ഉണ്ടല്ലോ. ഞാൻ പോയി നിങ്ങൾക്കായി ഒന്നുങ്ങൾക്കായിട്ട്, കണ്ടോ? ഇവിടെ അല്ല, ഈ ലോകത്തിലല്ല, സ്വർഗത്തിൽ ഒരു സ്ഥലം നിങ്ങൾക്കായി ഒരുക്കിയിട്ട് വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളും ഇരിക്കുവാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ വരും. അങ്ങനെയല്ലേ പറഞ്ഞത്? മനസ്സിലായോ? യേശുവിൻ്റെ സുവിശേഷം, സഭയുടെ അസ്ഥിഭാരം എങ്ങനെ വരുന്നു? പഴയ നിയമം, പുതിയ നിയമം എന്ന് പറയുന്നത് മനസ്സിലാകുന്നു. ഇവിടെ സ്വർഗരാജ്യം എന്നുള്ള കാര്യമാണ്. അല്ലല്ലോ? 2 പത്രോസ് 3-ാം 7-13 വരെ വായിക്കുമ്പോൾ, 2 പത്രോസ് 3-ാം ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ആശ്രമം എന്ന്. ഓക്കെ, പ്രിയമുള്ളവരെ. ഓക്കെ, അതിന് അടുത്ത വസനം അതിൽ ഓക്കെ ഇല്ല. അടുത്ത വസനം ഓക്കെ വരും, ഒളിഞ്ഞു പോവും, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുകയും ചെയ്യും, ഭൂമിയും അതിലുള്ള പണികളും വെന്ത് പോവുകയും ചെയ്യും. 13 വായിക്ക്. 13 ഈ വചന ശ്രദ്ധിക്കുക. അവരുടെ വാഗ്ദാന പ്രകാരം ദൈവനീതി വസിക്കുന്ന, ദൈവം ഭരണം ചെയ്യുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്ന. അല്ലല്ലയോ? മനസ്സിലായല്ലോ? ഈ ലോകത്തിനായിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങൾ അനുഗ്രഹമല്ല, അല്ല ശാപമായല്ലോ പറഞ്ഞു. ഏതാണ് അനുഗ്രഹം?
കാശ് വന്നാൽ അവർ പഞ്ചസാരമായിട്ട് ചായ കുടിക്കാൻ കഴിയില്ല. പിന്നെ എന്താ? എണ്ണ ഒഴിക്കാൻ പാടില്ല. പിന്നെ എന്താ അനുഗ്രഹം? ഇതാണ് അനുഗ്രഹം ഇവിടെ പറയുന്നത്? അല്ല, ഇതൊക്കെ പോയി. അതാണ് ആദ്യം മനസ്സിലാക്കിയത്. ഒന്നും അനുഗ്രഹമല്ല. പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം പണിയാൻ പോകുന്നു. തിരുവെളിപ്പാട് 21 വായിക്കുമ്പോൾ, ഇതോ പുതിയ ആകാശം പുതിയ ഭൂമി ഞാൻ കണ്ടു, മുമ്പിലെത്തവ കണ്ടില്ല, ഇല്ലാതെ പോയി, മാഞ്ഞു പോയി. ഹല്ലേലൂയ! പുതിയ വാസസ്ഥലം വസിപ്പിടം ദൈവം ഒരുക്കാൻ പോകുന്ന ആദ്യം. രണ്ടാമത് എന്നൊരു കാര്യം കൂടെ പറയാം. യേശു ഇരിക്കുന്ന സ്ഥലം, അതായത് തിരുവെളിപ്പാട് 21:2 വായിക്കുമ്പോൾ, പുതിയ യെരൂശലേം എന്ന് പറയുന്ന യെരൂശലേം എന്ന വിശുദ്ധ നഗരം. വിശുദ്ധ നഗരം. എന്താ നഗരം? വിശുദ്ധ നഗരം. കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ആ മണവാട്ടിയെപ്പോലെ പോലെ ഒരുങ്ങി ആ സ്വർഗ്ഗത്തിൽ നിന്നും ആ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എനിക്ക് കാണിച്ചു. അല്ലല്ലേ? കണ്ടോ? വിശുദ്ധ നഗരം. ഈ നഗരമാണ് അവിടെ യോഹന്നാൻ 14:2 ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നെന്ന് യേശു പറഞ്ഞല്ലോ. ആ കാര്യം ആ വിശുദ്ധ നഗരമാണ്. ആ വിശുദ്ധ നഗരത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് നമ്മുടെ വായിക്കാനുണ്ട്. 2200 കിലോമീറ്റർ നീളം, 2200 കിലോമീറ്റർ അകലം, 12,000 സ്ഥാതി ഇന്നിവിടെ കാണും. അതായത് ഇന്ത്യനെ പോലെ ഒരു അരമടങ്ക് കൂടെ, ഹാഫ് പാർട്ട് കൂടെ ചേത്ത ഇത്ര വരുമ്പോൾ അത്രയുള്ള വിശുദ്ധമായ സമസദൃമായ ഒരു സിറ്റി. ഹല്ലേലൂയ! പട്ടണം. അതിൻ്റെ തര തങ്കം, ഫ്ലോർ എവിടെ? ശുദ്ധ പൊന്നായിരുന്നു. ഹല്ലേലൂയ! തിളങ്ങുന്ന നമ്മുടെ മുഖം അതിൽ പാത്താൽ നമ്മുടെ മുഖം തെരിയും. അതുപോലെ ഉള്ള ഒരു തറൈ. അത് ചുറ്റിലും വൈരക്കല്ല് കൊണ്ട് മതിലിട്ടിരിക്കുന്നു എന്നുള്ളത് അവിടെ കാണാം. അവിടെ ഉള്ള കാര്യമാണ്. അതിൻ്റെ നടുക്കൽ ഒരു സിംഹാസനം, അതിലാണ് യേശു ഇരിക്കുന്നത്. ഹല്ലേലൂയ! യേശു ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. 22:3 വായിക്കുമ്പോൾ, കുഞ്ഞാട്ടിൻ്റെ സിംഹാസനം അവിടെ കാണും, അതുകൊണ്ട് ഇനി ഒരു ശാപവുമില്ല. ഹല്ലേലൂയ! ആ സിംഹാസനത്തിൽ നിന്നാണ് ഒരു ജീവജല നദി ഓടുന്നു. ഹല്ലേലൂയ! അതിൻ്റെ കരകളിൽ 12 വിധമായ വൃക്ഷങ്ങൾ ഉണ്ട് എന്നൊക്കെ അവിടെ കാണും. ഇതാണ് യേശു ഇരിക്കുന്ന ഇടം. ഹല്ലേലൂയ! ആദ്യം ഈ ലോകത്തിന് പകരം അങ്ങനെയുള്ള ഒരു മഹോന്നതമായ, അവിടെ ഇങ്ങനെ കാണുന്നത് പോലെ 12 മണി നേരം രാത്രിയും പകലും ഉള്ളതുപോലല്ല, എപ്പോഴും പകല. ഹല്ലേലൂയ! എപ്പോഴും വെളിച്ചമാ. അങ്ങനെ ഉള്ള ഒരു പുതിയ ലോകമും അതിലെ പുതിയ യെരൂശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരമും ദൈവം നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ! ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നത് ഈ വിശുദ്ധ നഗരമാണോ? അല്ലെങ്കിൽ ഇവിടെ കാണുന്നല്ലോ ഈ ലോകത്തിൻ്റെ അവസ്ഥ, വയനാടെല്ലാം കണ്ടല്ലോ. ഓക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലമാണോ നിങ്ങളുടെ മനസ്സിലായിരിക്കുന്നത്? ആദ്യം അതിനെ ചിന്തിക്കും. ഹല്ലേലൂയ! അല്ലാതെ വെറുതെ കൂട്ടത്തിൽ വരുന്നു പോകുന്നു, എന്തിനാ എല്ലാവരും പോകുന്നു, പല രീതിയിൽ വന്നു പോകുന്നു. പക്ഷെ മനസ്സിൽ ഉള്ളിലിരിക്കുന്നതൊക്കെ ലോകമല്ലേ. ആ ലോകം ഇരുന്നാലേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ലൂക്കോസ് 4:5 യേശുവിടത്തിൽ പൈശാസ് ഇങ്ങനെ പറയുന്നതാണ്. എന്താ? ഈ ലോകം മുഴുവൻ എൻ്റെ കസ്റ്റഡിയില്ല അല്ലേ, എനിക്കാണ്. വായിച്ചു നോക്ക് പൈശാസ് എന്താ പറയുന്നതെന്ന് നോക്ക്, വായിച്ചു നോക്ക്. അല്ലേ? മേലോട്ട് കൂടി കൊണ്ടുപോയി സകല രാജ്യങ്ങളും കാണിച്ചു അധികാരമൊക്കെയും മഹത്വം നിനക്ക് തരാം, എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ഇത് നിനക്ക് തരാം, മതി. കണ്ടോ? ഇപ്പോൾ ഈ ലോകം ആർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു? പൈശാസിനല്ലേ. നമ്മുടെ അടുത്തിലേക്ക് കൊടുത്തത്, നീ തന്നെ ഭരിക്കണം, നീ രാജാവാണ് എന്നല്ല എന്ന് പറഞ്ഞത്. അവർ കൊണ്ട് അവിടെ കൊടുത്തു. അല്ലല്ലേ? അവൻ തിരുടൻ കള്ളൻ മോടിച്ചെടുത്തു എന്നാണ്. ഇപ്പോൾ പൈശാസിൻ്റെ ഭരണത്തിലാണ്, യേശുവിൻ്റെ ഭരണത്തിലല്ല. ഇതാദ്യം മനസ്സിലാക്ക്. പൈശാസിൻ്റെ ഭരണത്തിലാണ് ഈ ശാപലോകം. ദൈവം കത്തിക്കുവാൻ വയ്ക്കുന്ന ഈ ലോകം ഇപ്പം ദൈവത്തിൻ്റെ ഭരണത്തിലല്ല, പൈശാസിൻ്റെ ഭരണത്തിലാണ്. യോഹന്നാൻ 18:36 വായിക്കാമോ? യോഹന്നാൻ 18:36 വേഗം. എന്താ വായിക്കുന്നത്? എൻ്റെ രാജ്യം ഐതിഹ്യമല്ല,
ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ആ ഏൽപ്പിക്കാതെ എന്റെ സേവകർ സേവകന്മാർ പൊറുതി ഇരിക്കുമല്ലോ. അല്ലല്ലേ, എൻ്റെ രാജ്യം ഈ ലോകമല്ല എന്ന് പറഞ്ഞല്ലോ യേശു. അതെ, ഇപ്പൊ യേശുവിൻ്റെ ഭരണത്തിൽ ഈ ലോകമല്ല, അത് പൈശാചിൻ്റെ ഭരണത്തിലാ. ആദ്യം വിശ്വാസി ഇത് മനസ്സിലാക്കേണ്ടതാണ്. 1 യോഹന്നാൻ 5:19, 1 യോഹന്നാൻ 5:19 വായിക്കുക. എല്ലാ വചനമാണ്, എൻ്റെ സ്വന്തം കഥയല്ല നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് അറിയുന്നു. സർവ്വലോകവും സർവ്വലോകം ദുഷ്ടന്റെ ആധീനത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെയെങ്കിൽ നന്നായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഈ ലോകം ദൈവത്തിൻ്റെ ശാപത്തിലും പൈശാചിന്റെ ഭരണത്തിലും തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് വാസ്തുത സത്യമെങ്കിലേ ഈ ലോകത്തിനെ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരുള്ളിൽ ആരായിരിക്കും? പൈശാച് അല്ലേ? സംശയമില്ലല്ലോ, സംശയമില്ലല്ലോ. അതാണ് യാക്കോബ് 4:4 വായിക്കുമ്പോൾ ലോകസ്നേഹം, ഓക്കെ, ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇന്നൊരു വചനം കൂടെ വായിക്കാമല്ലോ. 1 യോഹന്നാൻ 2:15 ആ, ലോകത്തെയും ലോകത്തിലുള്ളവളിലും സ്നേഹിക്കരുത്. സ്നേഹിത്തെങ്കിൽ പിന്നെ മതി പിന്നീടുള്ള സമയമല്ല, പിതാവിൻ്റെ സ്നേഹമില്ല. ഞാൻ ചോദിക്കട്ടെ, സഭകളിൽ ലോകസ്നേഹം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സ്വർഗത്തിനെ കുറിച്ചുള്ള മെസ്സേജ് സന്ദേശം ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ. അല്ലല്ലേ? ലോകം അനുഗ്രഹമാണ് എന്ന് പറയുന്ന തന്ത്രമായ ഉപദേശങ്ങൾ വരുന്നല്ലേ? അതിൻ്റെ പുറകിൽ പൈശാചും കൂടെ വരുന്നല്ലേ? അല്ലല്ലയോ? അപ്പൊ സ്വർഗത്തിൽ നമ്മുടെ മനസ്സ് അവിടെ 6:20 മത്തായി 6:20 നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ തന്നെ നിങ്ങളുടെ മനസ്സ്. ഓക്കെ, ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം മനസ്സായിരിക്കും. മതി. നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്ന കാര്യങ്ങൾ എവിടെയാ? ഈ ലോകത്തിലോ സ്വർഗത്തിലോ? അങ്ങനെ തന്നെ നിങ്ങളുടെ ഹൃദയമായിരിക്കും എന്നാണ് യേശു പറയുന്നത്. അല്ലല്ലേ? അങ്ങനെയെങ്കിൽ ആരൊക്കെ ഈ ലോകത്തിന് അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നോ അവരുൾ പൈശാച് വന്ന് അവിടെ ഭരിക്കുന്നതാണ്, വസിക്കുന്നതാണ്. അല്ലല്ലേ? അവരൊക്കെ പൈശാചിൻ്റെ ഭരണത്തിലാണ്. ആരൊക്കെ ഈ ലോകത്തിനെ വിശ്വസിക്കുന്നവർ. പക്ഷേ ആരൊക്കെ സ്വർഗത്തിൽ തൻ്റെ മനസ്സുകളെ ഹൃദയങ്ങളെ വയ്ക്കുന്നോ അവരുള്ളാണ് സ്വർഗത്തിലിരുന്ന് വരുന്ന ആത്മാവ് വന്ന് വസിക്കുന്നത്. അല്ലല്ലേ? മനസ്സിലാക്കി. ഇങ്ങനെയാണ് ദുരാത്മാവ് ഉള്ള വരുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 കൊരിന്തി 2:12 1 കൊരിന്തി 2:12 വായിക്കാം. ഞങ്ങളോ ലോകത്തിൻ്റെ ആത്മാവേ നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ആത്മാവാണ്. മതി. ദൈവം സ്വർഗസ്ഥനല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയങ്ങൾ സ്വർഗത്തിലായിരുന്നാൽ മാത്രമല്ലേ അവിടെ നിന്നുള്ള ആത്മാവ് വരും. ഏത് വിടത്തിലെല്ലാം ഈ ലോകം അനുഗ്രഹം എന്ന് പറയുന്ന പ്രസംഗങ്ങളും വിശ്വാസവും അത് ഏത് സഭയായിരിക്കാം, അല്ലല്ലേ? അത് കാര്യമല്ല. അവിടെ ലോകത്തിൻ്റെ ആത്മാവാണ് അവിടെ വന്ന് പ്രവർത്തിക്കുന്നത്, അല്ലല്ലേ? പക്ഷേ ലോകത്തിന് എതിരായിട്ട് സ്വർഗ കാര്യങ്ങൾ എവിടെയെല്ലാം ആയിരിക്കുന്നോ അവിടെ മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ കാണാതെ ഇരിക്കുന്നത്, അല്ലല്ലോ? ഇവിടെ ഇരിക്കുന്നതൊക്കെ ലോകമല്ലേ? ആ ലോകത്തിൻ്റെ ആത്മാവാണ്. ഇത് വളരെ ശ്രദ്ധയിൽ കൊള്ളേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ദൈവം, സ്വർഗം, പുതിയ ആകാശം, ഭൂമി, പുതിയ യെരുശലേം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ലൂക്കോസ് 20:36 വായിക്കുമ്പോൾ വായിക്കാം. വചനത്തിൽ തമിഴ് കാണാപ്പാടമാണ്, നിങ്ങൾ അവിടെ വായിച്ചാൽ മതി. പുനരുദ്ധാനം
പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരാകുന്നു. അതായത് ദൈവദൂതന്മാരെ പോലെ ഒരു പുതിയ ശരീരം ദൈവം നമുക്ക് കൊടുക്കാൻ പോകുന്നു. അല്ലല്ലയോ? അതെ, ഈ ശരീരത്തിന് പകരം അല്ലേ കൊടുക്കുന്നു. ആ വചനം 1 യോഹന്നാൻ 3:2 വായിക്കാം. 1 യോഹന്നാൻ 3:2 എല്ലാ വചനമാണ്. എനിക്ക് വചനം തന്നെ. ദൈവമക്കളായിട്ട് ഇവിടെ ജീവിക്കുന്നു. അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവനോട് സദൃശ്യമായിരിക്കും. അല്ലല്ലോ? യേശുവിനെ പോലെ ഇരിക്കും. അല്ലേ? അതിന്റെ അർത്ഥം യേശുവെ മരിച്ചവരിൽ നിന്ന് ദൈവം വിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചല്ലോ, അതുപോലെ ഇരിക്കുമെന്നാണ്. അല്ലേ? ഫിലിപ്പി 3:21 വായിക്കാം. എല്ലാ വചനങ്ങളാണ്. ഞങ്ങൾ പോയാലും ഈ വചനങ്ങൾ അവിടെ നിങ്ങളുടെ മനസ്സിലിരുന്ന് 3:21 സകലമം തനക്ക് കീഴാക്കുന്ന വ്യാപാര ശക്തി കൊണ്ട് താഴ്ച ഉള്ള ശരീരത്തിനെ മഹത്വമുള്ള ശരീരത്തെ തുല്യമായിട്ട് രൂപാന്തരപ്പെടുത്തും. അപ്പൊ യേശുവിന്റെ ശരീരത്തിനെ പോലെ മാറ്റും. അല്ലേ അതിന്റെ അർത്ഥം? അതെ. അപ്പൊ യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിനെ പോലെ ഒരു പുതിയ ശരീരം നമുക്ക് ദൈവം തരും. അല്ലാതെ ഈ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറി ഇവിടെ ജീവിക്കാൻ പറ്റൂലല്ലോ. അതേ ആദ്യം ഞാൻ പറഞ്ഞത്. വിശ്വാസികൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവർക്ക് അസുഖം വരുന്നു, മരിക്കുന്നു. അല്ലേ? പിന്നെ എന്താ നിത്യജീവൻ എന്തല്ലേ പൈശാച് നിങ്ങളോട് സംസാരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്. പുതിയ ശരീരം ദൈവം കൊടുക്കുന്നതാണ്. ഇപ്പോൾ പുതിയ ആകാശം, ഭൂമി, പുതിയ യെരുശലേം വസിപ്പിടം കണ്ടു, പുതിയ ശരീരമായി. തിരുവെളിപ്പാട് 3:5 വായിക്കുമ്പോൾ വിജയിക്കുന്നവർക്ക് നാം വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. വെള്ള വസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ സിമ്പിൾ ആൻഡ് കമ്പലാ. ദൈവം കൊടുക്കുന്ന ആ തേജസ്സാണ്. ആദ്യം കണ്ടല്ലോ, അവിടെ ദൈവം ഒളിയെ ഉടുപ്പാക്കിയിരിക്കുന്നു. അതുപോലെയാണ് ആദം ഹവ്വാവെ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ആ കാര്യം തിരിച്ചു കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ജീവിതമെന്ന് പറയുന്നത് അന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളെ തിരിച്ചെടുക്കുന്ന ഒരു തവണക്കാലം എന്ന് പറയും തമിഴിൽ. അതിലുള്ള അവസരത്തിനുള്ള ഒരു കാലമാണ്. അല്ലല്ലേ? അല്ലാതെ ലോകത്തിനെ വളച്ചു കെട്ടുവാനല്ല. വളച്ചു കെട്ടിയവരൊക്കെ പോയല്ലോ. മലയിന് മുകളിൽ കയറുന്നതല്ല. കയറിയവരൊക്കെ എവിടെയാ? വെള്ളത്തിൽ പോയോ കയറിയവരൊക്കെ? അതല്ല. ഈ അന്ന് ആ ദൈവ തേജസ്സോടെ നിത്യതയോടെ അങ്ങനെ ദൈവ മക്കളായിട്ട് ജീവിച്ചിരുന്ന ആ കാര്യം വീണ്ടും തിരിച്ച് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ് ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നോ? അതുകൊണ്ട് വേറെ എന്തിനും ഓടരുത്. അവിടെ പലർക്കും മനസ്സിലാകുന്നില്ല. ഓടിക്കൊണ്ടേ തിരിയുന്നു. പക്ഷെ പറഞ്ഞ പോലെ ഓടി മണ്ണിൽ കൊണ്ട് വയ്ക്കും, മലർ വിളയും, പുഷ്പചക്രം വയ്ക്കും. അല്ലല്ലോ? അതെ, പറയാമല്ലോ. തിരുവെളിപ്പാട് 2:10 മരണം വരെ ഉണ്മയായിரு, ഞാൻ എനിക്ക് ജീവക്രീഡത്തെ തരും. ജീവക്രീഡം എന്താണ്? 2:10. ഓക്കെ. മരണപര്യന്തം വിശുദ്ധനായിരു. എന്താ വാക്കത്? ജീവക്രീഡം. പുഷ്പചക്രമാണോ? പുഷ്പചക്രം എന്നാൽ നിങ്ങൾക്ക് അറിയാമോ? പുഷ്പചക്രം മലർവിളയം എന്ന് പറയും തമിഴ്നാട്ടിൽ. അങ്ങനെ അങ്ങടെ ഇവൻ പൈശാച് ഈ ലോകം തരുന്നത് പുഷ്പചക്രമാണ്. പക്ഷെ യേശു തരുന്നത് ജീവക്രീഡമാണ്. അല്ലല്ലോ? അതാണ് പറയുന്നത്. ഈ ലോകത്തിനായിട്ട് വേണ്ടി ഇങ്ങനെ ഓടാതെ ദൈവസന്നിധിയിൽ അവിടെ വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, വിശുദ്ധാത്മാവ് പ്രാപിച്ചു, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ചു. അല്ലല്ലേ? അങ്ങനെ. അതെ, പലപ്പോഴും പാസ്റ്ററേ അങ്ങനല്ല മക്കളൊക്കെ പഠിപ്പിക്കണം. ഓക്കെ, പഠിപ്പിക്കണം. എത്ര 12, 15 കോളേജ് കോഴ്സ്, ഈ കോഴ്സും ഒക്കെ പഠിക്കണം. എന്തിനാ? ഇവിടെ ജീവിക്കണ്ടേ? അതെ, ജീവിക്കണം. കാർ വാങ്ങിക്കണം, വിവാഹം കഴിക്കണം, വീട് പണിയണം, ജീവിക്കണ്ടേ? പിന്നീട് അവസാനം മണ്ണല വെച്ച് പുഷ്പചക്രം വയ്ക്കണ്ടേ?
അപ്പൊ കുറച്ചു കാലം ഇങ്ങനെ ആയിട്ട് പുഷ്പചർക്കം വയ്ക്കുവാനോ ഇതൊക്കെ പഠിക്കുന്നത്? അല്ലല്ലേ, ഇത്രയും രൂപ ചെലവഴിച്ചത് ഇതിനായിട്ടോ? ആ അതല്ലേ, അതും ചിലത് പാതിയിലെ അവിടെ ഇവിടെ കാണുന്നല്ലോ, നിങ്ങൾ കാണുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രയും കോഴ്സ് ഉളവ് സമയമില്ലല്ലോ, ഞങ്ങൾക്ക് സമയമില്ല പാസ്റ്ററേ. അവിടെ കോഴ്സ് കോഴ്സിൽ പോ. ആ കോഴ്സിൽ പോയാൽ പുഷ്പചക്രം കിട്ടും, ഈ കോഴ്സിൽ പോയാൽ ജീവകിരീടം കിട്ടും. മനസ്സിലാകണം, ഈ കാലത്തെങ്കിലും മനസ്സിലാകണം. ഇവിടെ പുഷ്പചക്രങ്ങളായിട്ട് ഇവർ ഓടിക്കൊണ്ടത് കാശിനെയും കൊണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ വരുവാൻ ഇഷ്ടമില്ലല്ലോ, മനസ്സിലാകുന്നില്ല, അവർക്ക് മനസ്സിലായില്ല. എന്താ അതെ, പലപ്പോഴും ഞാൻ പറയട്ടെ, സഭകളിൽ ഇവിടെ എങ്ങനെയാണ് ലോകത്തിൽ മുകളിൽ കയറ്റും, അവിടെ കയറ്റും, ഇവിടെ കയറ്റും എന്നൊക്കെ ഈ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ച് അവർ മുകളിൽ കയറുവാൻ ചെന്നിരിക്കുന്നു. അല്ലേ, ലോകത്തിൻ്റെ മുകളിൽ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഈ സാഹചര്യം ഇങ്ങനെയല്ലേ. അങ്ങനെയുള്ള മുകളിലൊക്കെ കയറുവാനാണ്. എവിടെ യോഗത്തിന് കണ്ടല്ലോ, കൂട്ടത്തിന് എന്താ വരുന്ന യോഗം, ചർച്ചിൽ വർഷിപ്പിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോകത്തിൻ്റെ മുകളിൽ കയറുവാൻ ചെന്നതാ. അതെ, നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നു. അതാണ് തെറ്റ്. ലോകത്തിൻ്റെ മുകളിലല്ല. ആ വചനം എന്താ പറയുന്നു? എബേസ്യർ 2:7 തമിഴിൽ ഇങ്ങനെയാണ്, ഉന്നതങ്ങളിൽ അവരോട് കൂടെ ഉക്കാരവും ചെയ്താർ. 2:7 സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അല്ലേ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരുത്തി എന്നാണല്ലോ ആ വചനം പറയുന്നത്. അത് എങ്ങനെയാണ്? അതാണ് ആദ്യം പറഞ്ഞത് മുമ്പേ. ഈ ജഡമാണ് ഇവിടെ, പക്ഷെ മനസ്സെവിടെയാ? സ്വർഗത്തിൽ. അതല്ലേ, നിങ്ങളുടെ മനസ്സ് സ്വർഗത്തിൽ, നിക്ഷേപങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെയല്ലേ ഹൃദയം ആയിരിക്കും. അതാണ് ജഡം ഇവിടെ, മനസ്സവിടെ. അതാണ് സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭവം. അല്ലല്ലേ? ഉണ്ടോ? സഭകൾക്കുണ്ടോ ഇപ്പോൾ? വെളിപ്പാട് 3:21 വെളിപ്പാട് 3:21 എന്നോട് കൂടെ എനിക്ക് സിംഹാസനത്തിലെ ബലം നൽകും. പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഓക്കെ, മതി. എവിടെ? സ്വർഗത്തിൽ, ഉന്നതം എന്ന് തമിഴിലെ. അവിടെ ഇരിപ്പാനല്ലേ ദൈവം വിളിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? പക്ഷേ ഇവിടെ ഇപ്പോൾ വിശ്വാസികളെ എവിടെയാണ് ഓടിക്കൊണ്ടിരുന്നത്, ഇരിക്കുന്നത്? അതാണ് ലോകത്തിൻ്റെ മുകളിൽ മലകളിൽ കയറുവാനാണ്. ഇത് മനസ്സിലാക്കുക. ആകെ പുതിയ ആകാശം, ഭൂമി, പുതിയ യെരുശലേം, പുതിയ ശരീരം, പുതിയ തേജസ്. എന്താണ് ആ തേജസ്? തിരിച്ചു കൊടുക്കുന്നെന്നാണ്. പലപ്പോഴും പെന്തക്കോസ്തേക്കാർ ഒരു തെറ്റ് ചെയ്യും, അത് ഞാൻ പറയാം. അത് തിരുവെളിപ്പാട് 3-ാം അധ്യായത്തിലെ ആ തെറ്റിനെ പറഞ്ഞു തരാം, നിങ്ങൾക്ക് കൊണ്ട് മനസ്സിലാക്കിയാൽ മതി. 3:17-18 വായിക്കാമോ? 3:18 വെളിപ്പാടും. അത് നീ സമ്പന്നനാകേണ്ടതിന് പൊന്നും വെളിയാകാതെ വണ്ണം വെള്ള ഉടുപ്പും ലേഖമം എന്നോട് വാങ്ങുവാൻ. ആരിടത്തിൽ വാങ്ങുവാൻ? ഇവിടെ വെള്ളവസ്ത്രം എന്ന് പറയുന്നത് ആരിടത്തിൽ വാങ്ങേണ്ടതാ? യേശു കൊടുക്കുന്നതല്ലേ, ദൈവം കൊടുക്കുന്നതല്ലേ. ഇവിടെ ഷാപ്പിൽ വാങ്ങുന്നതോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പലരും തെറ്റായിട്ട് മനസ്സിലാക്കും. അപ്പം ഞാൻ പറയും, വെള്ളവസ്ത്രം ധരിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യമാണ്. ഇവിടെ വെള്ളവസ്ത്രം ധരിക്കുന്ന കൂടെ ആരും സ്വർഗത്തിൽ ചെല്ലുന്നില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും വചനമുണ്ടോ? ഇല്ലല്ലോ. വിശുദ്ധിയായിട്ട് ജീവിക്കുന്നവർ ചെല്ലും, അത്ര തന്നെ. അത് മാത്രം. വിശുദ്ധിയായിട്ട് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ആവശ്യമാണ്, അതിനോടൊന്നും പ്രശ്നമില്ല. പക്ഷെ വെള്ള മാത്രം ധരിക്കുന്നത് കൊണ്ട് ആരും ചെല്ലുന്നില്ല. അങ്ങനെ യേശുവോ അപ്പോസ്തലന്മാരോ ആദ്യ സഭയിലോ അങ്ങനെ ഉപദേശം ഉണ്ടോ? ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ. ധരിക്കാം, ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ, ഇഷ്ടം, ഞാൻ ധരിക്കുന്നതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് വെള്ളവസ്ത്രം എന്ന് പറയുന്നത് വിജയിക്കുന്നവർക്ക്, അല്ലല്ലോ, ദൈവവചനം അനുസരിക്കുന്നവനക്ക്, അനുഗമിക്കുന്നവർക്ക് മാത്രം വെള്ളവസ്ത്രം എന്നാണ്. ഇത് മനസ്സിൽ വയ്ക്കണം. ഓക്കെ, അപ്പോൾ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, പുതിയ ശരീരം, പുതിയ തേജസ്, പുതിയ സിംഹാസനം എന്ന് വായിച്ചു. പുതിയ ക്രീഡം, അല്ലേ, ജീവക്രീഡം എന്നുള്ളത് വായിച്ചു. ഇപ്പോൾ വെളിപ്പാട് 21:3 നിന്ന് വായിക്കാമോ? 21:3 നിന്ന് വായിച്ചാലേ മലയാളത്തിൽ വായി. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദമുണ്ടായി. ഞാൻ കേട്ടത് ഇതാ, മനുഷ്യരുടെ കൂടെ
ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും. അവരോട് ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. കണ്ണിൽ നിന്ന് കണ്ണിനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല. ദുഃഖമും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടായതില്ല. ഒന്നാമത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലം പുതിതാക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ! നിത്യജീവൻ, അവസാനമില്ലാത്ത സന്തോഷപൂർണ്ണതയുള്ള ജീവിതം നിങ്ങൾക്ക് തരുമെന്നല്ലേ യേശു പറഞ്ഞത്. അവിടെ വന്നാണ് അവസാനിക്കുന്നത് നമ്മൾ. ഹല്ലേലൂയ! ദുഃഖമും, അതായത് പലപ്പോഴും ഇവിടെ ലോകത്തിൽ പ്രസംഗി പറയുന്നത് നിങ്ങളുടെ തമിഴിൽ എങ്ങനെയാണ്, തുക്കനാട്കൾ ഉങ്ങൾ തുക്കനാട്കൾ മുടിந்து പോകും. നിങ്ങളുടെ തുക്കനാട്കളൊക്കെ അവസാനിക്കും. ആർക്കെങ്കിലും അവസാനിച്ചോ? അവസാനിക്കണമെങ്കിൽ ഞാൻ പറയുന്ന സത്യമായിട്ട് ഇവിടെ ഉള്ളത് പറയാണ്. ഇവിടെ ദുഃഖങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ വേറെ ഒന്ന് വരുന്നു. അങ്ങനെയല്ലേ ചെല്ലുന്നു. വെളിപ്പാട് 14-13 വചനം മുമ്പേ വരികയാണ്. അതാണ് അതെ, എനിക്ക് അങ്ങനെയാ വചനം വന്നുകൊണ്ടിരിക്കും. 14-13 വായിക്കാമോ? ശീഘ്രം വേഗം. ആ കേട്ടു. പറഞ്ഞത് എഴുതുക. കർത്താവിൽ മരിക്കുന്ന മൃത്സന്മാർ ഭാഗ്യവാന്മാർ. അതെ, പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കും. കണ്ടോ, അവിടെ നോക്ക്. പ്രയത്നങ്ങളിൽ നിന്ന് എപ്പോഴാണ് വിശ്രമം കിട്ടുന്നത്? കർത്താവിനുള്ളിൽ മരിക്കുമ്പോഴാണ്. അല്ലേ? അപ്പൊ അതുവരെ കഷ്ടതകളൊക്കെ വരുന്നല്ലേ. അതുകൊണ്ട് ഈ കണ്ണീനീരൊക്കെ അവസാനിക്കുക എന്ന് പറയുന്നത് പോസ്ക അല്ലേ? സത്യമല്ല എന്നുള്ളതാണ്. കണ്ണീരൊക്കെ അവസാനിക്കണം, സ്വസ്ഥതയായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ തന്നെ ചെല്ലണം. അതിനല്ലേ ഒരു കാര്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലല്ലോ, വിശുദ്ധന്മാരുടെ ദേശമാണത്. അങ്ങനെ പോകുമ്പോൾ കണ്ണീരൊക്കെ ഇല്ലാതെ മുറവിളി, ദുഃഖം, മരണമില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അത് 7-ാം അധ്യായത്തിലും വായിക്കുമ്പോൾ വായിക്കാം. വെളിപ്പാട് 7 അവസാനത്തെ 2 വചനമാണോ അവിടെ വായിക്കുമ്പോൾ, വിഷമിക്കുകയില്ല, തായ്ക്കുകയില്ല, തട്ടുകയില്ല, ഉള്ള അവരെ മേയിച്ച് ജീവജല ഉറവിടത്തിൽ നടത്തുന്നു. അല്ലല്ലയാ, കണ്ടോ, ഈ കാര്യത്തിനായിട്ട് വേണ്ടിയാണ് യേശു നമ്മെ വിളിച്ചത്. യേശു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചസൊക്കെ പണിഞ്ഞ് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ച് ഏതോടത്തിലും അല്ലല്ലേ, എല്ലായിടത്തിലും പ്രസംഗി എന്ന് എന്നെ അയക്കുന്നത്. അല്ലാതെ വെറുതെ മണ്ണും കല്ലും ഇവിടെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുവാനല്ല. അങ്ങനെയെങ്കിലേ ഇപ്പം നിങ്ങൾ ഒരു ഉറപ്പായ ഒരു നല്ല ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ്. അല്ലല്ലേ? അതെ, ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി എങ്ങനെ ജീവിക്കാൻ പോകുന്നു. പുഷ്പചക്രത്തിനായിട്ടാണോ അല്ലെങ്കിൽ ജീവകിരീടത്തിനായിട്ടാണോ, എന്തിനായിട്ട് ജീവിക്കാൻ പോകുന്നു? ഈ ലോകത്തിൻ്റെ കവർച്ച, കാഴ്ച എന്ന് പറയുന്നതൊക്കെ പൈശാസിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവം ശപിച്ചതൊക്കെ കവർച്ചയായിട്ട് കാണിച്ച് ജനങ്ങളെ അങ്ങനെ തെറ്റിത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നു. അല്ലല്ലോ, ഇത് ശാപം തന്നെ. എത്ര ദൂരം പലപ്പോഴും അവിടെ തമിഴ്നാട്ടിലും പ്രസംഗികളൊക്കെ തലയ്ക്കൊക്കെ ഡൈ അടിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഉണ്ടോ? എവിടെയും കാണാം അല്ലേ? TV പ്രസംഗികളൊക്കെ തലയ്ക്ക് ഡൈയാ. അതെ, പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ പെയിൻ്റായി. ഷർട്ടൊക്കെ മാറി, വസ്ത്രങ്ങളൊക്കെ. ഇത് തൊഴിലധിപർ അവിടെ പറയും. തൊഴിലധിപർ പോലെയാണ് ദൈവദാസന്മാരൊക്കെ. ഇപ്പം തൊഴിലധിപർ പോലെയാണ് അവിടെ വരുന്നത്. എന്താ യേശുവിൻ്റെ ശിഷ്യന്മാരോ? ഞാൻ ചോദിക്കും, നിങ്ങളെ കണ്ട യേശുവിൻ്റെ ശിഷ്യന്മാർ പോലല്ലോ. അപ്പോസ്തലന്മാർ ഇങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നതല്ലോ. അല്ലല്ലേ? കുറച്ച് സിമ്പിളായിട്ട് വന്നാൽ മതിയല്ലേ? യേശു അങ്ങനെയല്ലേ ജീവിച്ചത്? നമ്മളൊക്കെ രാജാക്കളുടെ മക്കളാ. ഏത് രാജാടാ നിന്റെ രാജാവ്? പറ ഇവിടെ. അവിടെ ലൂക്കാസ് 4:5 പൈശാസ് പറഞ്ഞു, ഈ ലോകം മുഴുവനും എന്നിടത്തിലാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് കൊടുക്കും. അപ്പം അവനാ നിന്റെ രാജാ. അല്ലല്ലേ? അവനല്ലേ ഇങ്ങനെ പറഞ്ഞത്, ലോകത്തിൻ്റെ രാജാവ് ഞാനാണ്, എനിക്ക് എൻ്റെ മക്കൾക്ക് ഞാനത് കൊടുക്കും. പക്ഷേ യേശു എന്താ പറഞ്ഞു? അവിടെ ഒരു വചനം വരുന്നല്ലോ, 14:20. യോഹന്നാൻ 14, അതെ വചനം വന്നുകൊണ്ടിരിക്കുക. അതല്ലേ 27. 14:27 വായിക്കാമോ? സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആ വചനം ശ്രദ്ധിച്ച് നോക്ക്.
ലോകം തരുന്നത് പോലെ അല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മതി. അപ്പം ലോകം തരുന്നത് പോലെ ഞാൻ തരുന്നതിലാണ് യേശു പറയുന്നത്. പൈശാച് പറയുന്നത് ലോകം തരുന്നത് പോലെ ഞാൻ തരും. അപ്പോൾ യുവന്മാരെല്ലാം ആരുടെ മക്കളാ പറയുന്നു? രാജാക്കൾ മക്കൾ. ആരടാ നിന്റെ രാജ? യേശു രാജ എങ്ങനെയല്ലേ ജീവിച്ചത്? അപ്പോസ്തലന്മാർ എങ്ങനെ ജീവിച്ചത്? എന്താ അവർക്ക് രാജാവ് അറിയില്ലേ? അവർ വേറെ രാജാവിൻ്റെ മക്കളാ. അതല്ലേ അർത്ഥം. മനസ്സിലാക്ക്. ചീറ്റ് ചെയ്യുന്നു, നിങ്ങളെ തെറ്റിത്തിരിക്കുന്നു. അല്ലല്ലേ? അതിൽ വീഴാതെ അതാണ് ആദ്യം വചനം. എന്താണ്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം, അതാണ് പറഞ്ഞത്. എൻ്റെ ശബ്ദം കേൾക്ക്. വഴിയിൽ പോകുന്നവരും വരുന്നവരൊക്കെ ശബ്ദം കേട്ടാലേ അവർ പോകുന്നിടത്തിൽ തന്നെ ചെല്ലേണ്ടിയിരിക്കും. അല്ലല്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുവിൻ്റെ ഇടത്തിൽ പോകണമെങ്കിൽ ആര് പറയുന്നത് അനുസരിക്കുകയാണ്? നിങ്ങൾ പറയുന്നതോ അല്ലത് യേശു പറയുന്നതോ? നിങ്ങളുടെ മാതൃകയോ നിങ്ങൾ സഭയുടെ മാതൃകയോ പാരമ്പര്യമോ? എനിക്കത് വേണ്ട. അല്ലല്ലോ? യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ വചനം, അവൻ്റെ മാതൃക. അവസാനം ഒന്ന് പറയട്ടെ, മുമ്പിൽ വരുന്നതാണ്. അത് വളരെ കുറച്ച് ആഴമായ സബ്ജക്റ്റാണ്. പലപ്പോഴും CSക്കാർ ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ യേശുവെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ അവർ വിശ്വസിക്കുന്നു? യേശുവെ ദൈവപുത്രൻ. അപ്പോൾ യേശുവെ ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ അവരൊക്കെ ദൈവമക്കൾ ആവും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. വചനം അങ്ങനെ പറയുന്നു. യേശുവെ അങ്ങനെ വിശ്വസിച്ചാൽ ദൈവമക്കളാകുമെന്ന് പറഞ്ഞിട്ട് ഉള്ളത് വാസ്തവമാണ്. അത് യോഹന്നാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ദൈവപുത്രനായിട്ട് യേശുവിനെ വിശ്വസിച്ചാൽ എന്താ ചെയ്യേണ്ടത്? യേശുവിനെ ദൈവപുത്രനെ വിശ്വസിച്ചു. അങ്ങനെയെങ്കിലേ എന്താ ചെയ്യേണ്ടത്? പലപ്പോഴും ഇവർ പറയുന്നത് യേശുവിനെ ആരാധിക്കുക എന്നാണ്. യേശുവിനെ ആരാധിക്കുക. പക്ഷേ യേശു പറയുന്നത് ഞാൻ പറയട്ടെ, യോഹന്നാൻ 14:23. ഒരുവൻ വചനമായി മലയാളത്തിൽ 14:23. അവനോട് എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അവൻ്റെ അടുക്കൽ വന്ന് അവനോടെ വാസിച്ച്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹമുള്ളവർ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ വചനം പ്രകാരം ജീവിക്കേണ്ടതല്ലേ? മത്തായി 7:21 പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ഇഷ്ടം ചെയ്യാതെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർ ഏവനുമല്ല, ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ കടക്കും. പിന്നീട് നോക്ക് ഇങ്ങനെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കി വീര്യം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അവരോട് ഒരു നാളും അറിഞ്ഞില്ല. ആ വാക്ക് നോക്ക്, അധർമ്മ പ്രവർത്തിക്കാരരെ എന്നെ വിട്ട് പോകുന്നത് പറയും. അല്ലേ? തീർച്ചയായും വ്യക്തമായിട്ട് പറയും. കണ്ടോ? യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നവർ സ്വർഗം ചെല്ലുന്നില്ല. യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർ, ജീവിത ശൈലി പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ അവിടെ ചെല്ലുവാൻ കഴിയും. അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ ഇത്ര ദൂരം ഇവിടെ ദൈവാത്മാ നമ്മോട് സംസാരിച്ചത്. പലപ്പോഴും ഈ തെറ്റാണ് പല രീതിയിൽ നടന്നു. ആദ്യം യേശു ദൈവപുത്ര എന്ന് വിളിക്കുന്നതല്ല, അവിടെ പൈശാചുകൾ അങ്ങനെ വിളിക്കുന്നല്ലോ. യേശുവേ ദൈവപുത്ര എന്ന് വിളിക്കുന്ന ആ കാര്യത്തെ നമുക്ക് ലൂക്ക 4:41, 8:28 അവിടെ ആ വചനങ്ങളിൽ കാണാം. യേശുവേ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വിശുദ്ധ പുത്ര എന്ന് വിളിച്ചിട്ട് ഓടിപ്പോയല്ലോ. അതുകൊണ്ട് അങ്ങനെ യേശുവെ ദൈവമെന്നോ ദൈവപുത്രനെന്നോ അങ്ങനെ വിശ്വസിക്കുന്നതല്ല കാര്യം. ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാലേ അവൻ പറഞ്ഞതും അവൻ കാണിച്ച മാതൃക പ്രകാരം ചെയ്യും. അവസാനം ഒരു കാര്യം പറയാം. അത് മുമ്പ് വന്ന കാര്യം അതാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ വചനം വന്നത്. അപ്പം ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ച് തരാം. യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധാത്മാവ് അവന്മേൽ വന്നു. എന്താ പറഞ്ഞത്? എൻ്റെ പ്രിയപുത്രൻ. ഇവിടെ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ. യേശു വിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അവൻ ജനിച്ചവനല്ലേ, നമുക്കറിയാം. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നിട്ടും എപ്പോഴാണ് വിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന് അവർ മേൽ ഇറങ്ങി, അന്നാണ് സാക്ഷ്യം പറഞ്ഞത്. അല്ലല്ലേ? അവിടെയാണ് സാക്ഷ്യം. ആ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32-ാം വചനം. ഒന്ന് ചിക്ര വേഗം 32 വായിച്ചാലേ എന്താ? 5:32. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്
സാക്ഷി. ഹല്ലേലൂയ. വിശുദ്ധാത്മാവ് ആരുള്ളും വന്ന് പാർത്താൽ മട്ടുമേ അവർ ദൈവമക്കളായി മാറും. അല്ലല്ലേ? നമ്മൾ ദൈവം സ്വർഗം കൊടുക്കുന്ന ഒരു ഒരു അംഗീകാരമാണ്. അല്ലല്ലേ? ദൈവ അംഗീകാരം എന്ന് പറയുന്നത് വിശുദ്ധാത്മാവ് വരുന്നതാണ്. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ അംഗീകാരം ഇല്ലാത്തവരാരും ദൈവമക്കൾ എന്ന് കരുതരുത് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലല്ലേ? പല രീതി പല കാര്യങ്ങൾ ചെയ്യാം. എന്നാലും ദൈവം നിങ്ങളെക്കുറിച്ച് മുദ്ര, എബേസ്യർ 1:13 വായിക്കാം 1-2 മുദ്രയാണ്, അംഗീകാരം, വിശുദ്ധാത്മാവിൻ്റെ അംഗീകാരം, സാക്ഷ്യം എന്ന് വായിച്ചു. മുദ്ര 13, എബേസ്യർ 1:13 അല്ലേ? വചനം 13. സാരി 1:13 മന്നിങ്ങ 1:13 വാസിക്കല്ലയാ. സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും ചെയ്തിട്ട് വീണ്ടെടുപ്പിന് വേണ്ടി പുകഴ്ചയ്ക്കായിട്ട് അവകാശത്തിൻ്റെ അച്ചാരമായിട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര. അല്ലേ? ഒരു മുദ്ര, സീലില്ല, സിഗ്നേച്ചറില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താ? വെറും പേപ്പർ. അങ്ങനല്ല, വിശുദ്ധാത്മാവ് ഒന്ന് മുദ്ര തരുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായ ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിൽ വിശ്വാസവും പല രീതിയിലായ മതരീതിയിലായ വഴിപാടുകളും കാര്യങ്ങളായിരുന്നാലും വിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് അങ്ങടെ മുദ്ര ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും ദൈവമക്കളായില്ല എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കാര്യം. വേറെ വചനങ്ങളെല്ലാം ഇരിക്കുന്നു. അത് റോമ 8:14 വായിക്കുമ്പോൾ പ്രവചനം അവസാനിക്കും. എനിക്ക് വചനങ്ങൾ വന്നുകൊണ്ടിരിക്കും. 8:14 വായിക്കുമ്പോൾ ഇവർ വായിക്കും. ഇവർ 8:14 ദൈവ ആത്മാവ് നടത്തുന്നവർ. അതാണ്, ദൈവ ആത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ദൈവാത്മാവ് വരുമ്പോഴാണ് ഈ സ്വർഗത്തിനെ കൂടെ ഉള്ള വെളിച്ചപ്പാടുകൾ, ഇല്ലേ, വെളിപ്പാടുകൾ കിട്ടുന്നത്, ആ അനുഭവങ്ങൾ മനസ്സിലാകുന്നത്. ദൈവമക്കളായി ദൈവദൂതന്മാരായിട്ട് ഇവിടെ ഒരു വചനം വായിച്ച് അവസാനിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 2 കൊരിന്ത്യർ 3:18 എപ്പോഴും ആരും പറയാതെ വചനങ്ങളാണ്. അവസാനിക്കാം, 5 നിമിഷമായി. 2 കൊരിന്ത്യർ 3:18 വായിക്കാം. മൂടുപട നീങ്ങിയ മൗത്ത് കർത്താവിൻ്റെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. യേശുവിൻ്റെ ആ ഛായ, ആ മഹത്വമായ ഛായ ഇപ്പോൾ നമ്മൾ വരുന്നതാണ്. അല്ലല്ലേ? ആ വചനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ അവസാനിക്കാം. അത് വിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അല്ലല്ലേ? അല്ലാമ കയ്യകാലം ഉതർന്നു എന്ന് പറയുന്നതല്ല. യേശുവിൻ്റെ ക്രിസ്തു യേശുവിൻ്റെ ഭാവം നിങ്ങളിൽ ആയിരിക്കണം. ഫിലിപ്പിയർ 2:5 വായിക്കുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യമാണ് സഭ, വിശ്വസ്തത ജീവിതം, ആത്മീക ജീവിതം എന്ന് പറയുന്നത്. അല്ലല്ലേ? ഉണ്ടോ? നമ്മളിലുണ്ടോ? ദൈവം വരുന്നില്ല, അത്ഭുതം ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഇവരൊക്കെ ഒച്ച വിളിക്കുന്നു. പക്ഷേ ഈ അനുഭവങ്ങൾ എവിടെ പോയി? ഇല്ല. ആകെ ഈ കാലത്ത് നമ്മുടെ ജീവിതത്തിനോട് തിരിച്ചു നോക്കാം. അല്ലല്ലോ? ഒന്ന് തലയെ മടക്കാം, സമയമായി. ഓക്കെ, പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. അല്ലല്ലോ? ഇത് ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്ന പല കാര്യങ്ങൾ സംസാരിച്ചു.